മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഈ 36ാമത്തെ രാത്രിയിൽ ഒരുമിച്ച് അനുഭവിക്കുന്നതിന് 36 എന്നാണ് എൻ്റെ തോന്നൽ. കറക്റ്റ് അല്ലേ? 36. പാസ്റ്ററിനോടകത്ത് വന്ന് 37 പറഞ്ഞു. ഞാൻ കുത്തിയിരുന്നെണ്ണി. ഞാൻ എണ്ണിട്ട് ശരിയാഞ്ഞിട്ട് സുരേഷ് പാസ്റ്ററെ കൊണ്ട് എണ്ണിച്ചു, മാത്യു പാസ്റ്ററെ കൊണ്ട് ഞങ്ങളെല്ലാം എണ്ണിട്ട് 36 വരെ വരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കയറി 36 പറഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾ പിരിമുറുക്കത്തോട് ടെൻഷനോടൊന്നും ഇരിക്കണ്ട. ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. ഈ യോഗത്തിൽ ഞങ്ങളെല്ലാം വരുന്നതിന് മുൻപ് കർത്താവോട് വന്നിട്ടുണ്ട്. ദേവദാസനെ, ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഞാൻ ഈ പ്രിയ കർത്തൃദാസനെ ഞങ്ങളുടെ സഭയിൽ നിരവധി പ്രാവശ്യങ്ങൾ കർത്തൃദാസൻ ശുശ്രൂഷയുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഏപ്രിൽ ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നു. ഞങ്ങളുടെ ഷെഡ്യൂൾ ചെയ്ത കൂട്ടത്തിൽ കർത്തൃദാസൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയും. ഞങ്ങളുടെ സഭയിൽ കർത്തൃദാസൻ കടന്നു വന്നത് ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹമായിരുന്നു. ദേവദാസനെ 1-2 പ്രാവശ്യങ്ങൾ വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല. എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. വരാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം. ദൈവം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, നീ എല്ലാ പരിപാടി അവസാനിച്ചിട്ട് 7 വർഷം എങ്ങും പോകാതെ പത്തനംതിട്ട ഇരിക്കണം. ദൈവത്തിന് അറിയേണ്ടത് ഞാൻ അനുസരിക്കുമെന്നറിയാനാ. അമേരിക്കയിൽ എന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ വിളിച്ച് ഞാൻ പോയില്ല. ഒത്തിരി മീറ്റിങ്ങിന് വിളിച്ചു, ഒന്നിനും പോയില്ല. കഴിഞ്ഞ വർഷത്തിന്റെ ഏറ്റവും അവസാനം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പുറപ്പെടാൻ സമയമായിട്ടുണ്ട്. ഇന്ന് രാത്രി ചില ആളുകൾക്ക് പുറപ്പാടിന്റെ സമയമാകും. ചില സ്ഥിതികൾക്ക് ഇന്ന് രാത്രി മാറിപ്പോകും. ചില അവസ്ഥകൾക്ക് മാറ്റം തരുന്ന അസാധാരണ രാത്രിയാകുന്ന നിന്റെ വഴി മുടക്കിയ, നിന്റെ തലമുറ വഴി മുടക്കിയ, നിന്റെ അവസ്ഥകളെ അടച്ചു കളഞ്ഞ സകല ആധിപത്യങ്ങളെ ചങ്ങലകളെയും ഇന്ന് രാത്രി തുറന്നിടാൻ കരുത്തുള്ള ഒരു മഹാദൈവത്തിന്റെ സാന്നിധ്യം. യേശുവിനോട് ഈ 36ാമത്തെ ദിവസത്തെ കുറിച്ച് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടാ കർത്താവ് എന്നെ വിട്ടേക്കുന്നത്. കർത്താവിനോട് പറഞ്ഞതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. 36 ദിവസം നമ്മൾ കേൾക്കുകയായിരുന്നു, പ്രാപിക്കുകയായിരുന്നു. നല്ല ദൈവദാസന്മാർ ഈ സൈഡിൽ ഇരിപ്പുണ്ട്. ഒത്തിരി കസേര കാലിയായിട്ടുണ്ട്. ദൈവദാസനെ എല്ലാ കസേരയും നിറയും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരാൾ ഡോക്ടറായിട്ട് വരും. ഒരു മെഡിക്കൽ ഡോക്ടറെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഒരു ഡോക്ടറും ഒരു ശുശ്രൂഷകനും നിന്റെ കൂടാരത്തിനകത്തുനിന്ന് എഴുന്നേറ്റു വരുന്ന പോലെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കാരുണ്യങ്ങൾ കൂടാരങ്ങൾക്കകത്ത് ചലിക്കാൻ തുടങ്ങുക. അമ്പൽ വൈഡമിനി വിശന്തരാധന അർദ്ധമനഘടക ശൈഡമാനകസിയ. ഈ രാത്രി സഭയുടെ സ്ഥിതികളെ എന്റെ ദൈവം മാറ്റിയെടുക്കുന്ന രാത്രിയാണ്. നിങ്ങളുടെ അതിരുകൾ വിസ്താരമാകാൻ പോകുകയാ. എഫെസിനോട് ദൈവം പറഞ്ഞതുപോലെ ഈ രാത്രി സഭയുടെ അതിരുകളെ, അഭിഷക്തന്മാരെ സഭയുടെ അതിരുകളെ ദൈവം വിസ്താരമാക്കാൻ പോകുകയാ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവം നിന്റെ അതിരുകളെ വിസ്താരപ്പെടുത്തുന്ന അസാധാരണ രാത്രിയാണ്. നിങ്ങൾ ഒരു 2 പേരും ഒന്ന് തൊട്ട് ഒന്നും പറഞ്ഞ് എന്റെ അതിര് വിസ്താരാകുന്ന. പാസ്റ്ററെ, വളരേണ്ട സമയമൊക്കെ കഴിഞ്ഞ നമ്മൾ വളരാൻ പോവാ. നമ്മൾ ഉറച്ചൊരാമയും പറയോ? ശരി, എൻ്റെ കൂടെ നിങ്ങളൊന്നും ഇരുന്നേ. എൻ്റെ കൂടെ ഒത്തിരി കർത്തൃദാസന്മാർ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന ഫീൽഡിലാണ് ഇവിടെ ഇന്ന് ശുശ്രൂഷിക്കുന്നത്. ഭയങ്കര ദൈവ സാന്നിധ്യം ഈ ചർച്ചിലുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് രാമകൃഷ്ണൻ ബ്രദർ വന്നിട്ടുണ്ട്. അവരെ ഓർക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് രാവിലെ ഇവിടെ തൊട്ടപ്പുറത്ത് റൂമൊക്കെ എടുത്ത് നമ്മുടെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നു. നിരവധി ആളുകളുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർക്കുന്നു. ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് ലീല പാലസിൽ അവരുടെ കൂടെ താമസിക്കുന്ന ആളുകളാണ്. അവരെ ഓർക്കുകയാണ്. ദൈവം ചെയ്യുന്ന എല്ലാ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വളരെ പെട്ടെന്ന് ഒരു വാക്യം ഒന്ന് വായിച്ച്
എന്നോട് പാസ് സമയം ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. താനും സമയമില്ല എന്നൊന്നും എനിക്ക് പരാതിയില്ല. നമ്മൾ ഒരു കുറച്ച് നേരം വചനം ഒന്ന് കേട്ടിട്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ്. എഫെസ്യർ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. എനിക്ക് ഇതാരെങ്കിലും മൈക്ക് കൂടെ വായിക്കാൻ ഇവിടെ ഉണ്ടെങ്കിൽ വായിക്കണം. ഇല്ല, ഞങ്ങളുടെ പാസ്റ്റർമാർ വായിക്കും. നിങ്ങളുടെ ഒരു മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ അവർ ആ കാര്യങ്ങളൊക്കെ വായിക്കുന്നവരുണ്ട് ഇവിടെ. മോനെ ഒരു മൈക്ക് എടുത്ത് ആ ചേച്ചിക്ക് ചേച്ചിയാണോ വായിക്കുന്നത്? അല്ല, ഉണ്ടോ ഇവിടെ വായിക്കുന്നവർ? ഉണ്ടോ? വായിക്കും. ശരി, അങ്ങനെ നടക്കട്ടെ. വായിച്ചോ. എഫെസ്യർ ലേഖനം 6:11 വായിച്ചോ. അഭിഷക്തനെ ഈ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഒരു പരിചയം എടുത്തോണ്ട് പോകും. ഒരാമയും പറ. 36 ദിവസം നമ്മൾ പ്രാപിക്കുമായിരുന്നു, ഇന്നൊരു പരിചയം കൊണ്ട് പോകും. ഈ പരിചയയുടെ പ്രത്യേകത ഏത് അമ്പും കെടുത്തും. ഒരാമയും പറഞ്ഞേ. 2025 വരെ നിനക്കെതിരെ എയ്ത അമ്പുകൾ കടാൻ പോവാ. ഇന്ന് രാത്രിത്തെ ആരാധനയിൽ എന്റെ ദൈവം ചിലതിനെ കെടുത്തിക്കളയാൻ പോവാ. കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ യോഗത്തിനകത്ത് പറയുക, ചില തീയമ്പുകൾ കെട്ടുപോകാൻ പോകുക. അഭിഷക്തന്മാരെ, നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ തലമുറക്കെതിരെ, നിങ്ങളുടെ വീടിനെതിരെ പിശാചയച്ച സകല തീയമ്പകളും ഇന്നു രാത്രി കെട്ടുപോകുന്ന രാത്രിയാണ്. ഉറപ്പുള്ള ദൈവത്തിന്റെ മക്കൾ ഈ രാത്രി ആത്മാവിൽ പോരാടിക്കോ. കർത്താവിനോട് പറയുക, ഓൺലൈനിൽ കണ്ടോണ്ടിരിക്കുന്ന സകല കുടുംബത്തിന്റെ അകത്തും ഇന്ന് രാത്രി ദുഷ്ടന്റെ തീയമ്പുകളെ സഭയിൽ ഒരു 11-ാമതൊരാൾ വന്നാൽ 3 പേര് സഭയിൽ നിന്ന് പോയിരിക്കും. അതിനെ ഏഷ്യയുടെ വിളക്കെന്നാണ് എഫെസോസ് പട്ടണത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയ ഹൈവേ അവിടെ കൂടെ ഉണ്ട്. അവിടെ ഒരു വലിയ അമ്പലമുണ്ട്. അവിടെ ഒരു സാധാരണ സകല സ്ഥലങ്ങളിലും ഈ പുരുഷന്മാരാണ് പൂജാരിമാരായിട്ട് വരുന്നത്. അവിടെ പൂജാരിണി സ്ത്രീകളാണ്. ഇതെല്ലാം ചരിത്രമാണ്. കുറച്ചു നേരം ഞാനിതൊന്ന് പറയും, 2-3 മിനിറ്റ്. സഭയുടെ കാര്യം പറയാനാ. പൂജാരിണി സ്ത്രീകളാണ്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ട് ദേവദാസി സിസ്റ്റം. ഇതുപോലെ
അവിടെ വരുന്ന ആളുകൾ ഈ സ്ത്രീകളുമായിട്ട് രമിച്ച കുട്ടികളുണ്ടാകും. അവരെ വിളിക്കുന്ന പേര് ദൈവത്തിന്റെ പിള്ളാരെന്ന. ഈ ദൈവത്തിന്റെ പിള്ളാർക്ക് എല്ലാ ഹോട്ടലിലും ഫ്രീയാ. ഇവിടെ ചെറിയ പ്രത്യേകതയുണ്ട്, അവിടുത്തെ ശക്തി സഭയെ വളരാൻ വിടത്തില്ല. ഒരാമീൻ പറ. ഇവിടുത്തെ പാസ്റ്റർ അപ്പല്ലോസ് എത്ര പ്രാർത്ഥിച്ചിട്ടും സഭ വളരുന്നില്ല. അപ്പല്ലോസിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗസ്റ്റ് വരുന്ന പ്രസംഗിക്കാൻ. ആരാന്നറിയോ ഗസ്റ്റ്? പൗലോസ്. ഒരാമീൻ പറ. അന്ന് ഗസ്റ്റ് അവിടെ വന്ന് പ്രസംഗിച്ചില്ല, പ്രാർത്ഥിച്ചു. അന്ന് പ്രസംഗമൊന്നും നടന്നില്ല. ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്നാ പ്രാർത്ഥന എന്നറിയാമോ? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതൊന്നും വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാതനത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നോ. ഇന്ന് രാത്രി കോട്ടയം പട്ടണം ദൈവശക്തി കാണാൻ പോവാ. നിങ്ങളുടെ സഭ ഇന്ന് രാത്രി ദൈവശക്തി കാണാൻ പോകയാ. ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവശക്തി കാണാൻ പോവാ. കൈയടിച്ചോ, കൈ ഉയർത്തിയോ, തുള്ളിച്ചാടിയോ ഒക്കെ ഇന്ന് രാത്രി ആ വചനം സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ആ വചനം സ്വീകരിച്ചോ. കർത്താവിനോട് പറയുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ മഹത്വമേ ചുടിയാന ഘടകത്തലാറിയാന വേദമന ഘടക ശതൽ പ്രവന. ഈ രാത്രി 36ാമത്തെ രാത്രി ഉടാനവൽ മൗടിയാന്തരത്തസിയ അടന മൗടിയാന്തേ വൈശസിയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന നിങ്ങൾ കൈ ഒന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി നമ്മൾ പ്രതീക്ഷയോടിരിക്കുക. അഭിഷക്തന്മാരെ, ഈ പട്ടണം അറിയും വിശ്വസിക്കുന്നവന്റെ ശക്തി എന്നാണ്. പല ശക്തിയും പലരും കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവന് ശക്തിയുണ്ട്. കേട്ടില്ല. വിശ്വസിക്കുന്നവന് മിണ്ടില്ല. വിശ്വസിക്കുന്നവന് രഞ്ജിത്ത് പറയാത്തേ ശക്തിയുണ്ട്. പൗലോസ് പറഞ്ഞു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഇന്ന് രാത്രി വ്യാപരിക്കും. എന്നാ വ്യാപരിക്കും? ശക്തി വ്യാപരിക്കും. അകത്തുറപ്പുണ്ട്. ഈ രാത്രി പ്രാർത്ഥിച്ച വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അഭിഷക്തരെ, കോട്ടയം പട്ടണം കാണാൻ പോവാ. വിശ്വസിക്കുന്നവരുടെ ശക്തി. ഒരു 2 മിനിറ്റ് ഇരിക്കാമെങ്കിൽ 4 കാര്യം പറയണം. എന്റെ ആഗ്രഹം, ഈ കച്ചിത്തുറുവിന് തീ പിടിച്ച പോലെ കത്തരുത്. കത്തുവാണ് കാടിന് തീ പിടിച്ച പോലെ കത്തണം. തുറുവിന്റെ കത്തല് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തീരും. പക്ഷെ കാട് കത്തിയാൽ എത്ര ഫയർഫോഴ്സ് വന്നാലും തീരുകയില്ല. ഞാൻ യൂട്യൂബിൽ ഫയർഫോഴ്സിനെ കുറിച്ചൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടാ മതി. ഇതിന്റെ പേര് ഫയർഫോഴ്സ് എന്നാ. എന്തുവാ? പക്ഷെ പണി എന്തുവാ? ഇന്ന് വരെ കത്തിച്ചിട്ടുണ്ടോ പുള്ളി? ഇല്ല. അങ്ങനെ കുറച്ച് ഫയർഫോഴ്സ് ഇവിടെ ഉണ്ട്. ഒരാമയും പറഞ്ഞില്ല. പേര് ഫയർഫോഴ്സ്. അവര് കത്തിക്കുകയല്ല, കെടുത്തും. രഞ്ജിത്ത് പാസ്റ്റർ കത്തിക്കുവാണെങ്കിൽ അവര് വന്ന് കെടുത്തും. ഒരാമയും പറ. അച്ഛാ വിഷമിക്കണ്ട, ഇന്ന് ഞങ്ങൾ കത്തിക്കാൻ പോവാ. ഈ ലൈഫ് ബ്ലെസ്സിംഗ് ചർച്ച് കത്താൻ പോവാ. ഒരാമയും പറഞ്ഞോ. ഇത് ഞാൻ വെറും വാക്ക് പറയുവല്ല. ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി കത്തും. ചില മക്കളും മിഷണറിമാരാവും.
ലോകം അറിയപ്പെടുന്ന ആളുകൾ ഈ സഭ എഴുന്നേക്കാൻ പോവാ. ഇന്ന് രാത്രി നിന്റെ നറക്കു വീഴുന്ന രാത്രിയാ. അഭിഷക്ത നിന്റെ നറക്കു വീഴുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി നിങ്ങൾ അറിയാൻ പോവാ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി പ്രസംഗിച്ചില്ല. ഒന്ന് കൈ കൊടുത്ത പ്രസംഗിച്ചില്ല. പുള്ളി പ്രാർത്ഥിച്ചു. എന്നാ പ്രാർത്ഥിച്ചു? എല്ലാം കൂടെ 10 പേരെ ഉള്ളൂ, പക്ഷെ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി പ്രാർത്ഥന എന്തോ ചെയ്യാൻ പോവാ. നിന്റെ ചരിത്രം പ്രാർത്ഥന തിരുത്താൻ പോവാ. ഈ സഭയുടെ സ്ഥിതി പ്രാർത്ഥന മാറ്റാൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇന്ന് രാത്രി പ്രാർത്ഥന എടുത്ത് തിരുത്താൻ പോവാ. പ്രിയരെ, ഈ കോട്ടയം മണ്ഡലത്തിൽ എത്ര ലക്ഷം കോടി ജനമുണ്ട്. ദൈവത്തിന് 10,000 പേരെ തരാൻ ബുദ്ധിമുട്ടാണോ? രാമയും പറഞ്ഞില്ല. പക്ഷെ 10,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു സന്തോഷമില്ല. ഇനി അവര് വന്നാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുമെന്നാ. ഞങ്ങൾ എവിടെ ഇരുത്തും നിങ്ങളെ. ഇരിക്കും നിങ്ങളിരുന്ന്. ചിലർക്ക് ഈ സഭയിൽ ആള് വരാൻ ഇഷ്ടമല്ലാത്ത എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇനി എവിടെ ഇരിക്കുമെന്ന. അമ്മ എവിടെ ഞങ്ങൾ ഇരുത്തും? ഉറപ്പായിട്ട് ഇരുത്തും. പിണങ്ങല്ല. രാമയും പറ. ഇല്ല, കഴിഞ്ഞ ദിവസം ഞാനിവിടെ ചെന്നപ്പം കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ മതപരിവർത്തനം നടത്തിയ ആൾക്കാരെയൊക്കെ കൊണ്ടുപോവാ, നിങ്ങളെല്ലാം വന്നോരാ, എല്ലാവരും പോണം. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഒരു ബസ് സ്റ്റാൻഡിൽ ആദ്യം വന്ന് കയറിയ ബസ്സാ ആദ്യം പോകണ്ടേ. ഇവിടെ കേട്ടിട്ടില്ലയോ? കോട്ടയത്തുനിന്ന് ജീസസ് സ്റ്റാൻഡ് വിട്ട് പോകണമെന്ന് കേട്ടില്ലേ? ജീസസ്. അത് കഴിഞ്ഞ് സീർപാർവതിയും പോണം. ഒരാമയും പറഞ്ഞേരെ. കേൾക്ക്, ഞാൻ പറയാൻ പോവാ. ആദ്യം ഇന്ത്യയിൽ വന്ന ഞങ്ങളല്ല. ഇവിടെ ഇന്ത്യയിൽ വന്നതെല്ലാം വന്നോരാ. ഒരാമയും പറ. ഇവിടെ മുഴുവൻ ആൾക്കാരും വന്നോരാ. വിന്ധ്യപർവ്വതം കടന്ന് മുഴുവൻ ആൾക്കാരും ഇവിടെ വന്ന എൻ്റെ ഒരു പ്രസംഗമുണ്ട്. അങ്ങനെയാണ് ആദ്യം വന്നോരാദ്യം പോണം. ഞങ്ങൾ പുറകെ പൊക്കോളാം. ഞങ്ങൾ പോകുന്ന ഇങ്ങോട്ടല്ല, ബേപ്പോട്ട് പോകാനിരിക്കുക ഞങ്ങള്. പിന്നെ ചെല്ല് വിചാരിക്കുന്ന ഞങ്ങളെ അടിച്ചാൽ തീരുവന്ന. സുരേഷ് പാസ്റ്റർ അടിച്ചാൽ മാത്യു പാസ്റ്റർ പ്രസംഗിക്കും. മാത്യു പാസ്റ്റർ അടിച്ചാൽ റിജോൺ പ്രസംഗിക്കും. അവനെ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന രാമയും പറഞ്ഞു. പുതിയ ഇറക്കുമതി ജയിലിൽ നിന്നാ. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ചെണ്ട അടിച്ചുകൊണ്ടിരുന്ന. നീ പോയോ? ആറ്റുകാൽ ക്ഷേത്രത്തിൽ ചെണ്ട അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 10-25 കേസിലെ പ്രതിയാ. ഇന്ന് യേശുവിനെ ഉയർത്തുക. ഈ ഇരിക്കുന്ന കൂട്ടരെല്ലാം ഡാൻസറായിരുന്നു. ഇപ്പൊ യേശുവിനെ ഡാൻസ് ചെയ്യുക. രാമയും പറഞ്ഞില്ല. എന്റെ ബാഗ് എടുത്തോണ്ട് വന്നൊരു പുള്ളിയില്ലേ, പുള്ളി എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ജോലി റിസൈൻ ചെയ്തപ്പോ എന്റെ ബാഗ് എടുത്തോണ്ട് നടക്കുക. അയ്യോ, നിങ്ങൾ ആ കൈവൊക്കെ ഒരു സ്വത്രം പറ. പുള്ളി പണിയെല്ലാം നിർത്തി ഇപ്പം ഏലിയാവിന്റെ പുറകെ നടക്കുന്നു. എന്റെ പുറകെ ബാഗൊക്കെ എടുത്തോണ്ട്, വെള്ളം എടുത്തോണ്ട് തരും, ഷൂ കൊടുത്ത് തരും. ഒരു സ്വത്രം പറഞ്ഞില്ല. ഉണ്ടോ? അസൂയ, ഭയങ്കര അസൂയ. ഉണ്ടെന്നില്ല. അസൂയ ഇല്ലാത്തവര് ഒന്ന് കൈവൊക്കെ കാണിച്ചേ. പൊക്കിനും പോരാ. ഈ നിങ്ങളോട് എല്ലാവർക്കും ഇഷ്ടമാണോ? നിങ്ങൾക്ക് ശത്രുക്കളാണോ മിത്രങ്ങളാണോ കൂടുതൽ? മിണ്ടുന്നില്ല. കുഴപ്പമില്ല, സന്തോഷം. ഉണ്ടോ? എന്നോട് സ്നേഹമുള്ള ഒരാളുണ്ട് ഇവിടെ. അതാ ഞാൻ എൻ്റെ സഭയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ കേട്ടോ. രാമയും ഇങ്ങനെ എൻ്റെ സഭയുടെ ഒരു ഫീലിലാണ് ഞാൻ ഇവിടെ വന്നേ. ഏറ്റവും തിരക്കുള്ള ദിവസം ഇന്ന് രാവിലെ ഒരു കട്ടളവെപ്പ്, ശവസംസ്കാരം. ഇന്ന് ഏറ്റവും തിരക്കുള്ള ദിവസമാണ്. ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്കും ഞാൻ ഇടയ്ക്ക് വെച്ച് സുരേഷ് പാസ്റ്ററോട് ചോദിച്ചു, എങ്ങനെ എന്ന് പറ്റും? ഇന്നലെ രാത്രിയിൽ ആൾ മരിച്ച്. അവരും രാത്രി തന്നെ മൊബൈൽ മോർച്ചറി എടുത്തു വെച്ചു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ. ഞങ്ങൾക്ക് ഈ ശവസംസ്കാരത്തിലൊക്കെ മാന്യമായിട്ട് സുവിശേഷം പറയണം. രാമയും പറ. അത് ഞാൻ പാസ്റ്റർമാരോടൊക്കെ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പം 2-3 എന്നോട് പിണങ്ങല്ലേ കേട്ടോ. അവിടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പറയുന്നില്ല. അവരെന്നെ നോക്കുന്ന ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞൊരു നോട്ടമാണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാലും പറയാം. നമ്മൾ ഒരു ശവസംസ്കാരത്തിനൊക്കെ ചെല്ലുമ്പോൾ, ഞാനൊരു 5 വർഷം സെമിനാരി പഠിച്ച, അച്ഛന്മാരുടെ സെമിനാരി. അപ്പം ഞങ്ങൾക്ക് ആദ്യം അനുസരണം ഞങ്ങളുടെ ഒരു പഠിത്തമാണ്. ഒരാമയും പറ. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇച്ചിരി കൃപയൊക്കെ കിട്ടിയ പിന്നെ ആദ്യം പാസ്റ്ററെ വിട്ടു. ഒരാമയും പറഞ്ഞില്ല. അത് ഞാനൊരാട് ചോദിച്ചു, എവിടെ നിന്ന് ഈ കൃപ കിട്ടി? അന്നേരം പറഞ്ഞു, പഴയ നിയമത്തിൽ കൃപയുണ്ട്. യാക്കോബ് ഏശാവിന്റെ കാലെ പിടിച്ചു. എവിടെ വെച്ച്?
ഉദരത്തി വെച്ച്. ഇപ്പൊ കസാരകളി തുടങ്ങിയത് ഇവിടെ അല്ല, ഉദരത്തി വെച്ച് തുടങ്ങിയതാ. നിങ്ങളൊരു ആമയും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ പാവത്തങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. രഞ്ജിത്ത് പാസ്റ്റർ കൂടെ നിന്നോണം. ഒരാമയും പറഞ്ഞേര്, കുഴപ്പമില്ലല്ലോ. ഉണ്ടോ? പുള്ളി ആ പറച്ചിലിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. മിണ്ടുന്നില്ല. ബാക്കി പറയാൻ തുടങ്ങാം. ദാസന്മാരെ, അഭിഷേകം വേണമെങ്കിൽ ഒരു കർത്തൃദാസന്റെ അണ്ടറിലായിരിക്കണം. ദൈവം പറയുന്ന ദിവസം വരെ അവിടെ നിൽക്കണം. എന്നേക്കാൾ സീനിയർ പാസ്റ്റർമാർ എൻ്റെ കൂടെ ഉണ്ട്. സുരേഷ് പാസ്റ്റർ എത്ര വർഷമായി ശുശ്രൂഷ തുടങ്ങിയിട്ട്? 37 വർഷമായി പുള്ളി ശുശ്രൂഷ തുടങ്ങിയിട്ട്. ഷാരോനിലെ പാസ്റ്റർ ആയിരുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് കപ്പൂച്ചൻ അച്ഛനായിരുന്നു, കത്തോലിക്ക പള്ളിയിലെ. ഏതാ നമ്മുടെ സഭ? ഏതാ? മറ്റേ ഈ കനാനയാ. കനാനയക്കാരാ അവര്. ഇപ്പൊ കുപ്പായം ഉണ്ടോ നോക്കിയേ? ഇല്ല. കുപ്പായൊക്കെ ഞാൻ ഊരിച്ചു. പുള്ളി കുപ്പായം ഊരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലല്ലോ. പുള്ളി കുപ്പായൊക്കെ ഊരി ഇപ്പം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ചൊവ്വാഴ്ചയല്ലയോ ഇവിടുന്ന് കോട്ടയത്തുനിന്നൊരു കന്യാസ്ത്രീ അവിടെ വന്നു. പ്രായമുള്ള സ്നാനപ്പെടാൻ വന്ന എന്നോട് പാസ്റ്റർ ഞാനൊരു തൂത് പറയുക, ഈ സഭയിൽ ഒത്തിരി ദൈവദാസന്മാര് വരാൻ പോവാ. കൂട്ട സ്നാനങ്ങൾ നടക്കാൻ പോവാ. നിങ്ങൾക്ക് സ്വന്തമായി ബിൽഡിംഗ് ദൈവം തരാൻ പോവാ. പാസ്റ്റർ കാശില്ലല്ലയോ? കാശ് തരും. ആര് തരും? ദൈവം തരും. നമ്മൾ തേയില കൃഷി നടത്തിയിട്ടൊന്നുമല്ല കാശ് വരുന്നേ. ഉയരത്തിന്ന് കാശ് വരും. പരിശുദ്ധാത്മാവാൻ ദൈവം എന്നോട് പറയാ, നീ ഒരു കച്ചവടത്തിനും പോയിട്ട് കാശ് വരാൻ പോവല്ല. സ്വർഗത്തിലെ ദൈവം നിനക്ക് ആകാശത്തിന്റെ കിളിവാതില് തുറന്ന സഭയ്ക്ക് അടിസ്ഥാനമുള്ള സ്ഥലം തരാൻ പോവാ. സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ? സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ? സ്ഥലം കിട്ടാൻ പോവാ. നിങ്ങളിരുന്നേ, സ്ഥലം കിട്ടാൻ പോവാ. രാമീം പറ. നിങ്ങൾ എന്നെ നോക്കിയേ, 12 ഞാൻ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. എത്ര ഉണ്ട്? 2.5 ഏക്കർ ഇല്ലയോ? ഈ 2.5 ഏക്കറൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് എൻ്റെ പൊങ്ങച്ചത്തിനല്ല, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ. ഇപ്പൊ ഞാൻ 1.5 ഏക്കർ വാങ്ങിച്ചോണ്ട് വെള്ളിയാഴ്ച എടുത്ത ഓൾഡ് ഏജ് ഹോമിന്. ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഞങ്ങൾക്ക്. അതിനകത്ത് ഈ പിള്ളേരെല്ലാം നിൽക്കുന്ന അവിടെ. ഇങ്ങനെ ഒത്തിരി പിള്ളേർ എൻ്റെ കൂടെ ഉണ്ട്, ഒരുപാട് പിള്ളേരാണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇവനൊക്കെ എന്തൊരു താഴ്മയാ. ശരിക്കും ഭയങ്കര ക്ഷമ കൊടുത്താ ദൈവം. ഓരോരുത്തരൊക്കെ വണ്ടി നിർത്തി അപ്പനും അമ്മയ്ക്കും വല്യമ്മയ്ക്ക് വരെ വിളിക്കും. എന്നിട്ടും ഞങ്ങൾ സ്തോത്രം പറയും. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനോട് പ്രണയത്തിലായി. അവൻ്റെ കൂടെ ഒളിച്ചോടി പോകാൻ തുടങ്ങി. അവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അവൾ രക്ഷപ്പെട്ടു. ഈ ചെറുക്കൻ ഇവള് വിളിച്ച് പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു. ആരെ കണ്ടു? നീ കേട്ടോ. ഇവൻ ചോദിച്ചു ഏത് പാസ്റ്റർ അടുത്താ പോയേ? എന്നാൽ എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ നമ്പർ വാങ്ങിച്ചു. അവൻ അന്നേരം തൊട്ട് എന്നെ വിളിക്കുക. എൻ്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ മോനെ എന്ന് വിളിച്ചിട്ടില്ല. അയ്യോ, എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു. മോനെ 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 എന്ന് വിളിക്കുക എന്നെ. എന്നിട്ട് എന്നോട് പറഞ്ഞു നിന്നെ വെട്ടിക്കൊല്ലും. ഞാൻ പറഞ്ഞു ബ്രദർ നമ്പർ ഇതാ, അങ്ങോട്ട് വരാം. സ്വത്രം പറ. പുള്ളിക്ക് സൗകര്യം ആവട്ടെ എന്ന് വിചാരിച്ചാ. ചാവാൻ പേടിയുണ്ടോ? ഒരു സ്വത്രം പറഞ്ഞില്ല. ശരി, ഒരു ചോദ്യം. ചത്ത് സ്വർഗത്തിൽ പോയ, മരിച്ചിട്ട് സ്വർഗത്തിൽ ചെന്നാൽ ഭർത്താവിനെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ഭർത്താവിനെ കണ്ട അറിയാം? എന്താ പറയുന്നു? കല്യാണം കഴിച്ചാണോ? അവൾ അറിയാവുന്ന പറഞ്ഞിരിക്കുന്നേ. കെട്ടിയില്ല. കൈപൊക്കി സ്വത്രം. കെട്ടാത്തവർക്ക് ഇത് ബാധകമല്ല, കെട്ടിയവർക്ക് മാത്രമാണ്. കെട്ടിയവർക്ക് മാത്രമാണ്. ചേച്ചി അറിയാമോ? അറിയത്തില്ല. ഭർത്താവുണ്ടോ? അതുകൊണ്ടാ സ്വത്രം പറഞ്ഞില്ല. അറിയുമോ സ്വർഗത്തിൽ ചെന്ന്? പുള്ളിക്കാരിക്ക് അറിയാമോ ഇല്ല? പുള്ളിക്കാരി എന്നോട് ചോദിക്കുക അറിയാമോ? നിങ്ങളൊന്ന് പറഞ്ഞേ, സ്വർഗത്തിൽ ചെന്നാൽ ഭർത്താവിനെ ഭാര്യയെ കണ്ടാൽ അറിയാമോ? പാസ്റ്റർമാര് അറിയത്തില്ല. പ്രശ്ന. അതിന് നമുക്കൊരു വരവൂടെ വരേണ്ടി വരും. ഒരു വേണ്ട. ഇപ്പോഴെങ്ങും വിളിച്ചാൽ ഞാൻ വരത്തില്ല. കൈപൊക്കി ഞാൻ വരത്തില്ല. കേക്ക്. സ്വർഗത്തിൽ പോയാൽ ഭർത്താവിനെ കണ്ടാൽ തിരിച്ചറിയാം. അറിയാം. സ്വർഗം വിഡ്ഢി സ്വർഗമല്ല. നിങ്ങൾക്ക് ബിനു വാഴമട്ടത്തെ സ്വർഗത്തിൽ വന്നാൽ ഇതുപോലെ കാണാം. രാമീം പറ.
ഹവ്വയ്ക്ക് ആദമിനെ കണ്ടിട്ട് മനസ്സിലായോ? ഹവ്വയ്ക്ക് ആദമിനെ കണ്ടിട്ട് മനസ്സിലായോ? ഇല്ലയോ? മനസ്സിലായില്ലേ? ഇല്ലേ? മനസ്സിലായി. ലാസറിന് ധനവാനെ കണ്ട് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ, ഇനി കൈയടിച്ചൊരു ആമയും പറഞ്ഞേ. ഒരു ചെറിയ കാര്യം കേട്ടില്ലേ? ഇനി ഒരു ചോദ്യം കൂടെ. സ്വർഗത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ? സ്വർഗത്തിൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഷുഗറുകാർ ആഗ്രഹിച്ചിരിക്കുക അവിടെ ചെന്നിട്ട് വേണം കഴിക്കാൻ പറ്റുമോ? ഒരു ചോദ്യം കൂടെ. സ്വർഗത്തിൽ നിങ്ങൾ നമ്മുടെ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളിപ്പോ തീയിലേക്കൊക്കെ വരും, അതിനു മുമ്പ് 4 കാര്യം അറിയണം. ചോദിച്ചാൽ ചങ്ക് നിവർത്തി ഉത്തരം. ഞങ്ങൾ ഇവിടെ ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്, ടെക്സ്റ്റ് തീർന്നു പോയതാ. അതായത് യേശു ദൈവമാണോ? ദൈവത്തിന് വിശക്കുമോ? ദൈവത്തിന് ആഹാരം കഴിക്കണോ? യേശു എങ്ങനെയാണ് ദൈവമായത്? പരിശുദ്ധാത്മാവ് ദൈവമാണോ? പിന്നെ എന്തൊക്കെയാ നമ്മുടെ ചോദ്യങ്ങൾ? എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉള്ള ഇന്നത്തെ ആധുനിക കാര്യത്തെ അഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷ് വേർഷൻ ഇറക്കിക്കൊണ്ടിരിക്കുക. മലയാളം തീർന്നുപോയി, അതിൻ്റെ സെക്കൻഡ് പതിപ്പ് ഇല്ലേ, 2ാമത്തെ പതിപ്പിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടുമെങ്കിൽ ജോസഫിനോട് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നതിൻ്റെ പ്രതി ബാക്കിയുണ്ടോ? ഇല്ല, തീർന്നുപോയി. അതിൻ്റെ പ്രതിയൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോയി. നിങ്ങൾക്കറിയാമോ, ശരിക്കും യേശു ദൈവമാണോ? യേശുവിനെ സ്വർഗത്തിൽ കാണാമോ? പ്രശ്നമായില്ലേ? കാണാമോ? ഒരു പുള്ളി പറഞ്ഞുണ്ടോ, ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചിന്തിക്കണം. ഈ ചുമ്മാ മനുഷ്യരുടെ കുറ്റവും കുന്നായ്മ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇതൊക്കെ ചിന്തിക്കണം. ചില ആളുകൾ രാവിലെ എഴുന്നേറ്റ് ആർക്ക് പാര വെക്കാം എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് വരുവാ. അങ്ങനൊന്നും ആർക്കും പാര വെക്കരുത്. ആരുടെയും കണ്ണുനീര് നമ്മുടെ മണ്ടയ്ക്ക് വീഴരുത്. രാമയും പറഞ്ഞില്ല, സ്വോത്രം പറഞ്ഞില്ല. പ്രത്യേകിച്ച് അഭിഷക്തന്മാരെ കരയിപ്പിക്കല്ല്. അവര് വലുതാന്നേലും ചെറുതാന്നേലും. ഞാൻ ഇങ്ങോട്ട് ഫയർഫോഴ്സ് ആയിട്ട് വന്നല്ല, തീ കത്തിക്കാൻ വന്ന. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം, വചനത്തിൽ നിന്ന് കത്താവും. അഭിഷക്ത വചനത്തിൽ നിന്ന് കത്തിയാലെ നിൽക്കൂ. ഓളത്തിൽ കത്തിയാൽ ഓളം തീരുമാൻ നിൽക്കും. അഭിഷേകത്തിൽ കത്തിയാൽ കഴുത്ത് കണ്ടിച്ചാലും തീരുകയില്ല. ഇന്ന് രാത്രി അഭിഷേകത്തിനൊരു കത്ത് കത്തും. വനത്തിന് തീ പിടിച്ചതുപോലെ ഇന്ന് രാത്രി ചർച്ച കത്തി തുടങ്ങാൻ പോവാ. അതിനുള്ള നിയോഗം ദൈവമകത്ത് തരാൻ പോവാ. നമുക്കിതെല്ലാം കൂടെ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്വർഗത്തിന്റെ കാര്യം ഇതിന്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ വരുവാണ്, ഞാൻ പറഞ്ഞോളാം. സ്വർഗത്തിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സ്വർഗത്തിന്റെ ഒരു ചെറിയ കാര്യം. സ്വർഗത്തിന്റെ ഇതിന്റെ ഇടയ്ക്ക് പ്രസംഗത്തിനകത്ത് വരുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം. എന്തോ ദൈവത്തിന് അങ്ങനെ പറയാൻ ഇതിനകത്ത് മിഷണറിമാർ എഴുന്നേക്കും. ഒരാമയും പറയാവും. എന്നോട് പരിശുദ്ധാത്മാവ് പറയാ, നോർത്ത് ഇന്ത്യ വില വ്യാപിക്കാൻ പോവാ. ഒരാമയും പറഞ്ഞേ. നോർത്ത് ഇന്ത്യയിലേക്ക് ചർച്ചിന് ബ്രാഞ്ച് ഉണ്ടാകാൻ പോവാ. ചില ആളുകൾ നോർത്ത് ഇന്ത്യയിൽ ഇവിടെ വന്ന് ചേരാൻ പോവാ. ആ നിലകളിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തുടങ്ങാൻ പോയാ. കൈയൊന്നുയർത്തിയ രാമീൻ പറഞ്ഞേ. 2 കാര്യം കൂടെ. ഓക്കെ, പൗലോസ് അവിടെ പോയിട്ട് നിങ്ങളിരുന്നേ. ഞങ്ങളുടെ സഭയിൽ ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കും കേട്ടോ. അപ്പം ആ ഒരു ഫീൽഡ് ഞാനും ഇവിടെ, നിങ്ങൾ എൻ്റെ ലൈവ് വർഷം കേട്ട് അറിയാം, ഞാനൊരു 100 പ്രാവശ്യം ഇരിക്കാൻ പറയും. ഇടയ്ക്ക് എഴുന്നേക്ക് നോക്കാൻ നല്ലതാ. ഒരാമയും പറ. അതെന്തിനാന്ന് ചോദിച്ചാൽ ആരോഗ്യ പ്രശ്നമൊക്കെ കുറയും. നമുക്ക് ആരോഗ്യം വേണ്ടേ? വേണോ? വേണം. അപ്പച്ചന്മാരൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടേ? എന്തോ വേണം? ആരോഗ്യം. ഈ ഉപവസിക്കുന്നത് ഒരു ബലം കിട്ടും കേട്ടോ. അല്ലേ പാസ്റ്റർ? ഈ ഫുള്ളായിട്ട് ഉപവസിക്കുന്നവരുണ്ടോ? ഒരു നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നവര് ഒന്ന് കൈപൊക്കെ. ഞങ്ങളുടെ ജോമോനില്ലയോ? ജോമോനൊക്കെ എൻ്റെ കൂടെ കുറെ വർഷങ്ങൾ നടന്ന ആളാ. ഇല്ലയുടെ ജോമോനെ ആന്നോ? ചെറുപ്രായത്തിൽ എനിക്കങ്ങനെ പരിചയക്കാര് ജോമോനെ മാത്രമേ ഉള്ളൂ. വേറെ ആരും എനിക്കറിയാമോ? ജോമോനെ മാത്രമേ പരിചയമുള്ളൂ. വേറെ ആരെയും എനിക്ക് പരിചയമില്ല. 2-3 കാര്യം കൂടെ നിങ്ങളോടൊന്ന് പറയാം, നിങ്ങൾ കേട്ടോണം.
പൗലോസ് അവിടോട്ട് പോയിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്നാ പ്രാർത്ഥന? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. എന്നാ അറിയണ്ടേ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന എന്റെ കൈവശം എന്നാ വേണം? ഓക്കെ, താങ്ക് യു. ഈ വന്നു പറഞ്ഞ മോനേതാ? ഈ മോനേതാ? ഈ വന്നു പറഞ്ഞ മോൻ അവൻ അഭിഷക്തനാവും. നീ വാടാ. ഇപ്പോഴേ പ്രവചനം പറഞ്ഞു തുടങ്ങിയ മൊത്തം പ്രവചനം 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് കാര്യം പറയാം കേട്ടോ. കൊച്ചുപൊക്കോ, ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. കേട്ടോ അവന്റെ സങ്കടം. പാസ്റ്ററേ, അവൻ അറിയപ്പെടുന്ന നിലയിൽ ദൈവം അവനെ ശുശ്രൂഷകനാക്കും. അവന്റെ പഠിത്ത കാര്യത്തിൽ അവനെ നിർബന്ധിക്കരുത് കേട്ടോ. അവനെ വഴക്ക് പറയുകയും ചെയ്യരുത്. അവനെ കുറിച്ച് ദൈവത്തിന് വേറൊരു പ്ലാനാ. ഒഹല്യാവിനെ പോലെ ദൈവം അവനെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കും. അതിനുള്ള നിയോഗം അവന്റെ മേൽ വ്യാപരിക്കും. അതിനുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവം ഒരുക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തിയും രാത്രി ആ കുടുംബത്തിനകത്ത് വ്യാപരിച്ചു തുടങ്ങാൻ പോകുക എന്ന പരിശുദ്ധാത്മാവനോട് പറയുക. ഒന്ന് കൈയടച്ച ആദരവൊന്ന് തുറന്ന യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. അഭിഷക്ത, അവന്റെ പേരെന്തുവാ? കാലേബ്. അവന് വേറൊരു സ്വഭാവ. അവൻ എന്തോ പഠിക്കുന്നേ? പഠിക്കാൻ നിർബന്ധിക്കല്ല. അവന്റെ അമ്മ എന്തേ? നിനക്ക് കൊച്ചിനെ ദൈവം തന്ന അവൻ ദൈവത്തിന്റെ ദാനമാ. അസറേ, വീടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് വീട് തരാൻ പോവാ യേശു. നിങ്ങളെ എഴുന്നേറ്റ് നിന്നപ്പോ യേശു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വീടില്ലെന്ന്, നിങ്ങൾക്ക് സമ്പത്തില്ലെന്ന് പറഞ്ഞു. തമ്പുരാൻ എന്നോട് പറയാ, നിന്റെ ഒഴുക്കി നടക്ക് നിർത്താൻ പോവാ. തമ്പുരാൻ നിന്റെ സ്ഥിതി മാറ്റാൻ പോവാ. എന്നാ വിളിച്ച യേശുവിന്റെ മകത്ത് കൈയടിച്ച തരം തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ
വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുന്ന രാത്രിയാണ്. നമ്മൾ വെറുതെ ഈ യോഗം കഴിഞ്ഞ് പാസ്റ്ററെ, ഈ യോഗം വെറുതെ വെച്ച യോഗമല്ല, ഇത് നിയോഗത്തിന്റെ യോഗമാണ്. ജനുവരി ആയോണ്ട് നടത്തിയ യോഗമല്ല, പിശാദിന്റെ സാമ്രാജ്യം ഇടിഞ്ഞു വീഴുന്ന യോഗമായിട്ട് ഇന്ന് രാത്രിത്തെ യോഗത്തെ എന്റെ ദൈവം പ്രഖ്യാപിക്കാൻ തുടങ്ങുക. ഓക്കെ, അങ്ങനെ എഫെസോസ് സഭയിലേക്ക് ഗസ്റ്റായിട്ട് പൗലോസ് പ്രസംഗിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ പൗലോസ് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ എഫെസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ആ പ്രാർത്ഥന പൗലോസ് അവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് വായിച്ചു തരുമോ ആ വാക്യം? 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഒരു പ്രാർത്ഥനയാണ്. പൗലോസ് നീണ്ടു നിവർന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. വായിച്ചു തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ വായിച്ചോ. നിഷ്കളങ്കരമാകേണ്ടതിന് ഓക്കെ, താഴോട്ട്. ഓക്കെ, ഓക്കെ. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. നമ്മളെല്ലാം തെരഞ്ഞെടുത്തവരാ കേട്ടോ. ചുമ്മാ വന്നല്ല, ചുമ്മാ കൈയടിക്കുവല്ല, ചുമ്മാ തുള്ളിച്ചാടുകല്ല, തെരഞ്ഞെടുത്തിട്ട് തുള്ളിച്ചാടുക. പൗലോസ് ഒരൊറ്റ പ്രാർത്ഥന, എന്താ പറ്റിയ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ അവൻ വിളിച്ച് വേർതിരിച്ച് മുൻനിർണയപ്രകാരം നിങ്ങളെത്തിയതാ ദൈവത്തിന്റെ മുമ്പിൽ. രഞ്ജിത്ത് പാസ്റ്റർ വിളിച്ചിട്ട് വന്നതല്ല, കർത്താവ് വിളിച്ചിട്ട് വന്നാ നിങ്ങള് എന്ന് പറഞ്ഞ് പൗലോസ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. വായിച്ചോ സിസ്റ്ററെ, ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് അങ്ങ് സുരേഷ് പാസ്റ്ററെ ഒന്നങ്ങ് വായിച്ചോ. നിങ്ങൾ എന്നെ ഒരു മിനിറ്റ് നോക്കിയേ. പൗലോസ് അവിടോട്ട് ചെന്നിട്ട് 2 പ്രാർത്ഥന അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആകെ 10 പൗലോസ് ചേർത്ത് 11 പേരേ ഉള്ളൂ. ഇരിക്കും പാസ്റ്ററെ, ഞാനങ്ങ് ബാക്കി പറഞ്ഞു കേൾപ്പിക്കുക. വായിച്ചാൽ നമ്മുടെ അത്ര സമയം കൂടെ അങ്ങ് പോകും. ഞാനങ്ങ് വായിച്ച് പറയുക. എന്നിട്ട് 2-ാമത്തെ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചു വരുമ്പോൾ പൗലോസ് പറഞ്ഞു, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. എന്തോ അറിയണം? ഇന്ന് രാത്രി ഒന്നും അറിഞ്ഞില്ലേലോ അറിയണം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിക്കും. അത് കോട്ടയം പട്ടണത്തിൽ നിന്ന് വ്യാപരിക്കും. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയും. അതറിഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി മാറും. അതറിഞ്ഞ സഭ വളരും. അതറിഞ്ഞാൽ അഭിഷേകം ഉയരോ. അതറിഞ്ഞാൽ നിന്റെ ജീവിതം മാറോ. അതറിഞ്ഞവര് പൗലോസിന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി കോട്ടയം ചർച്ച് ആ ശക്തി അറിയാൻ പോവാ. നിങ്ങൾ ഒരൊരാമയും പറഞ്ഞില്ല. നമ്മൾ എന്നെ അറിയും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മറക്കത്തില്ലല്ലോ. ഇരുന്നവാസം വരെ എന്നെ അറിയും. ഈ സാധനം പോകരുത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അല്ലല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അല്ലല്ല. ഒന്നുകൂടെ പതുക്കെ പറയാം കേട്ടോ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അല്ലല്ല, ശരിയായില്ല. പാസ്റ്റർ വായിക്ക് 2-ാമത്തെ എടുത്തേ. 2-ാം അധ്യായത്തിൽ പൗലോസ് നീണ്ടു നിവർന്ന വാക്യം വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം കണ്ടോ പാസ്റ്റർ? മോനെ, ഒരു ചെറിയ ഹൗളിംഗ് ടെൻഡൻസി ഉണ്ട്. ഏതാന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഒരു ഇച്ചിയുടെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. പാസ്റ്റർ കണ്ടോ? വാക്യം പറ. ഇവർ തപ്പുന്നേ ഉള്ളൂ. വാക്യം പറഞ്ഞു. 1:18. അതാണ് വായിച്ചപ്പോ. നിക്ക് ഒന്നുകൂടെ. വിശ്വസിക്കുന്നത് നമുക്ക് വേണ്ടി. ഇല്ലല്ല, ഞാൻ വായിക്കാം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. നിങ്ങൾ കേട്ട്, നിന്റെ കൈ വിശ്വാസമുണ്ട്, ദൈവത്തിന്റെ കൈ ശക്തിയുണ്ട്. ഒരാമയും പറഞ്ഞോ. നമ്മുടെ കയ്യിൽ വിശ്വാസമുണ്ട്, ദൈവത്തിന്റെ കൈ ശക്തിയുണ്ട്. ഉദാഹരണം പറയാം. പടക്കക്കാരന്റെ കയ്യിൽ
തീയുണ്ട്. ഒരാമീൻ പറ. പടക്കക്കാരനെ അമിട്ടുണ്ട്, എന്റെ കയ്യിൽ എന്തോ ഉണ്ട്. ഈ തീയും അമിട്ടും കൂടെ കൂടിയാ പൊട്ടു. ഇതാ നടക്കാൻ പോകുന്ന ഇന്ന് രാത്രി. കൈയടിച്ചോ, ആമീൻ പറഞ്ഞോ. ഇന്ന് രാത്രി ചില വീട്ടിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവാ. പരിശുദ്ധാത്മാവാം ദൈവനോട് പറയുക, ചില വിസ്ഫോടന ശക്തികൾ ഇന്ന്. നിങ്ങൾ കൈ ഉയർത്തി ഒരു ആമീൻ പറ. നിങ്ങൾ നോക്കി, ഒരു ദിവസം പോലും ഇല്ലാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടോ ഇന്ന്? അത് പൊരിഞ്ഞ പോരാട്ടോ. ഇരിക്കാൻ പറയാം, എന്തുവെന്ന് പറയാം. പക്ഷേ 11 മണിയായ കുഴപ്പമില്ലല്ലോ. ഒരാമീൻ പറ. നിങ്ങൾ വിഷമിക്കണ്ടോ? 11 മണി എന്നൊക്കെ പറഞ്ഞപ്പം മുഖമൊക്കെ 5 പൈസ പോലെ ആയുണ്ടോ? എനിക്കറിയാം, അത്രയൊന്നും വിടത്തില്ല. എന്നെ പറഞ്ഞ സമയത്തിനേക്കാളും എൻ്റെ പ്രസംഗം എപ്പോൾ തീരുമോ അപ്പം ഞാൻ അങ്ങിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയായിരുന്നു കൺവെൻഷന് പോയെ? തോനക്കാട് 7ാമത് കൺവെൻഷനാ. തീർന്നത് രാത്രി 10:15. ഒരാമീൻ പറ. റോഡിൽ നിന്ന് കാവിക്കല്ലൂടുത്ത ചേട്ടൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. റോഡിൽ നിന്ന് 7 പേരാ രക്ഷിക്കപ്പെട്ടത്. എനിക്ക് ഈ കാവിക്കല്ല് ഉടുത്തവരെയും ചരടുടുത്തവരെയൊക്കെ കാണും. പിന്നെ ഔട്ട്സൈഡ് ആയതുകൊണ്ട് സൗണ്ട് സൂപ്പർ ആയിരിക്കും. ഞാനും ഈ സൗണ്ടും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് സൗണ്ട് കുറഞ്ഞ പിന്നെ എനിക്ക് പ്രശ്നമാണ്. ഞാൻ ഈ വളരെ പതുക്കെ സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ശക്തി വന്നാൽ മാത്രമേ പറയത്തുള്ളൂ. അല്ല, ഞാൻ വളരെ ശാന്തമായിട്ടേ സംസാരിക്കത്തുള്ളൂ. എനിക്ക് ഈ ശാന്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്നവരോട് പറയണമെന്നാണ്. ചുമ്മാ എന്തിനും പറഞ്ഞിട്ട് പോകരുത്. ഒരാമീൻ പറ. അല്ലേ? ചുമ്മാ ഇവിടെ നല്ല നെരുപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ഈ നമ്മളെന്ന് പറഞ്ഞ ആരാന്നറിയാവോ? നിങ്ങളുടെ പേര് പറഞ്ഞോ. വിശ്വസിക്കുന്ന മേരിക്കുട്ടിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി. ഒരാമീൻ പറ. വിശ്വസിക്കുന്ന നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. വിശ്വസിക്കുന്ന മേരിക്കുട്ടിക്കും അവർ അച്ഛനും പൊന്നപ്പനും വേണ്ടി വ്യാപരിക്കുന്ന. അപ്പം പൊന്നപ്പന്റെ കയ്യിൽ എന്തോ കാണണം? വിശ്വാസം. എന്തോ കാണണം? നിക്ക്. വിശ്വാസം ഉണ്ടോ? ഈ കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ ഒരു പ്രത്യേകത, ഈ ചില ആളുകൾ യോഗത്തിന് 36ാമത്തെ ദിവസം വന്ന് കർത്താവെ ഒഴിഞ്ഞ പാത്രമായി വന്നു. ഇടി കൊടുക്കണം, തൊഴി. ഈ 36 ദിവസം കൊണ്ട് ഒഴി വരുന്നു. എന്തോ ചോർച്ചയുണ്ട് നിനക്ക്. സ്വോത്രം പറഞ്ഞില്ല, കേട്ടിട്ടില്ലയോ? ഇപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ ഒഴിഞ്ഞ പാത്രമായി വന്നു, നിറച്ചു വിടണേ. പിന്നെ കർത്താവിന്റെ പണി നിന്നെ നിറയ്ക്കുന്നില്ലയോ? എങ്ങനെ ഈ പാത്രത്തിൽ നിന്ന് വെള്ളം ചോരുന്നേ? ഒഴിയുന്ന എങ്ങനാ? ഓട്ടയുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന ഓട്ട അടയ്ക്കാനാ. ഒരാമീൻ പറ. 36ാമത്തെ ദിവസം ഈ ഓട്ട ഞാൻ അടച്ചിട്ടൊക്കെ പോകും. ഏത് പിശാച് കയറിയാ ഞങ്ങൾ ഓട്ട അടയ്ക്കും. അതിന്റെ ഉള്ള അഭിഷേകം നിന്റെ മണ്ണയ്ക്കുണ്ട്. അതിനുള്ള ദൈവത്തിന്റെ കൃപ നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അഭിഷക്ത ഏത് പിശാചിന്റെ ചോർച്ചയും അടയ്ക്കാൻ നിന്റെ അകത്ത് ദൈവത്തിന്റെ പവർ വ്യാപരിക്കുന്നുണ്ട്. അഭിഷക്തന്മാരെ ഇന്ന് രാത്രി നമ്മളെ ചോർച്ച അടച്ചു വിടും. കൈ ഉയർത്തിയൊരാമീൻ പറ. ചോർച്ച നമ്മൾ അടയ്ക്കും. രാമീൻ പറ. ഇല്ലയോ? ഇന്ന് അടയും. രാമീൻ പറഞ്ഞത് എനിക്ക് ദിവസനെ താണ്ട് 2 കാര്യം കൂടെ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി മറക്കത്തില്ലല്ലോ. നമ്മുടെ കയ്യിൽ എന്തു വേണം? കർത്താവിന്റെ കയ്യിൽ എന്തോ ഉണ്ട്? ശക്തിയുണ്ട്. ഒന്നുകൂടെ ഇന്ന് വീട്ടിൽ പോയി പറഞ്ഞ എന്റെ വിശ്വാസമുണ്ട്, കർത്താവിന്റെ ശക്തിയുണ്ട്. ഇന്ന് 36ാമത്തെ ദിവസം ഇത് രണ്ടുകൂടെ കൂട്ടിമുട്ടും. അതൊരു അത്ഭുതമായിട്ട് മാറും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പിടിച്ചോ കേട്ടോ. കർത്താവിനോട് പറയുക, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം കോട്ടയത്ത് ഈ രാത്രി പാനൽ പ്രവഹിക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വളണ്ടിയേഴ്സ് ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൈയടിച്ചോ തുള്ളിച്ചാടിയോ ഒക്കെ ദൈവത്തെ ആരാധിക്കാം. ഇത് ഇവിടെ മാത്രമല്ല, ഈ പട്ടണം മുഴുവനിലേക്ക്
കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവശക്തി ചലിക്കുന്നു. ആദരം തുറക്കാൻ പറ്റുമെങ്കിൽ ഈ രാത്രി ആദരം തുറന്ന് നാമം ചലിപ്പിച്ച കർത്താവിനോട് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചുമ്മാ തിരിച്ചു പോകത്തില്ല, ഒരു ശക്തി കൊണ്ട് തിരിച്ചു പോകും. ആ ശക്തി ഇന്ന് രാത്രി നിന്റെ ചരിത്രം മാറ്റും. ഈ ചർച്ചിന്റെ ചരിത്രം ദൈവം മാറ്റാൻ പോവാ. ഈ ചർച്ച് വളരാൻ തുടങ്ങുക. ഇതിനകത്ത് കൂട്ടമായ ആത്മാക്കളെ ദൈവം കൊണ്ടുവരാൻ തുടങ്ങുക. ചിലതിനെ ചിതറിക്കുന്ന ദുഷ്ടാധിപത്യങ്ങൾ ഇന്ന് രാത്രി പൊട്ടിമാറാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ച് കർത്താവിനോട് പറയുക. കർത്താവ് പറയുന്നത് എന്നാണെന്നറിയോ? ഇന്നത്തെ യോഗം മറക്കാൻ പറ്റാത്ത യോഗമാവും. നിങ്ങൾക്ക് വേണ്ടി ചില ശക്തി വ്യാപരിക്കും. ഒരു മിനിറ്റ് ഇരുന്നേ. അഭിഷിക്തന്മാരെ, ഈ ശക്തിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ശക്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഒരുത്തനും ഈ ശക്തി പിടിച്ചൊതുക്കാൻ പറ്റത്തില്ല. ഒരു മന്ത്രവാദിക്ക് ഇത് പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ഒരാഭിചാരകരുടെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇവിടുത്തെ സാമ്രാജ്യം മുഴുവൻ വിചാരിച്ചു പിടിച്ചു നിർത്താൻ സാമ്രാജ്യം പരാജയപ്പെട്ടു. അഭിഷേകം ഉയർത്തെഴുന്നേറ്റു വന്നു. റോമൻ സാമ്രാജ്യം പരാജയപ്പെട്ടു പോയി. ഇന്ന് രാത്രി കോട്ടയം പട്ടണത്തോട് കർത്താവ് ദൂത് പറയുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. നിങ്ങളെ കൈയൊന്ന് ഉയർത്തി ഒരാമേൻ പറഞ്ഞേ. എനിക്ക് ചൂടെ പറയേണ്ടി കേട്ടോ. ഞാൻ ഒന്ന് ചവിട്ടുന്ന ക്ഷമിക്കണം കേട്ടോ. ഒരു 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ആ സഭ എങ്ങനെ വളർന്നു എന്ന് പറയാനാ വരുന്നേ. ഞാൻ പറഞ്ഞു, തൊട്ടപ്പുറത്ത് അർത്തമീസിന്റെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനകത്ത് വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഒരു സ്ഥൂല വിഗ്രഹമുണ്ട്. അത് ആകാശം മുട്ടയോളം നിൽക്കുന്ന വെണ്ണക്കൽ ശില്പത്തിൽ ഒറ്റ കല്ലുകൊണ്ട് തീർത്ത ഒരു സംവിധാനമാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാവും. പാസ്റ്ററെ ഒന്ന് വായിച്ചേ. പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ തോന്നല്. 19:26 ഒന്ന് നോക്കിയിട്ട് പാസ്റ്റർ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേക്കും. പാസ്റ്ററോ സിസ്റ്ററോ ആരെങ്കിലും വായിച്ചാൽ മതി. ആരെങ്കിലും കിട്ടി, ആരെങ്കിലും മൈക്കില്ലല്ലോ, ആരെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. പാസ്റ്റർ ഒന്ന് വായിച്ചോ. വായിച്ചോ. ഉണ്ടായി. ഇത്
കേട്ടോ നിങ്ങൾ, വെള്ളി കൊണ്ട് ആ ആ തട്ടാൻ ഇന്ന് രാത്രി ദൂത് കേട്ടോ ചില ലാഭമൊക്കെ പൊട്ടിപ്പോവും. ഒരാമയും മറന്നില്ല. നിനക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നവന്റെ ലാഭം പൊട്ടിപ്പോവും. ആ അധികാര സഭ ഏറ്റെടുക്കാൻ പോവാ, ആ ശക്തി സഭ ഏറ്റെടുക്കാൻ പോവാ. അഭിഷക്തന്മാരെ നമ്മൾ ഈ പട്ടണത്തിലൂടെ മാർച്ച് ചെയ്യാൻ പോവാ. കൈ ഉയർത്തി ഒരാമയും പറയാ. സിസ്റ്ററെ, ഒരു സൗഖ്യം നടക്കാൻ പോവാ. നിനക്ക് വിശ്വാസമുണ്ടോ? കർത്താവ് നിന്നെ തൊടാൻ പോവാ. നീ കുറെ നാളായിട്ടൊരു കാര്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കൂടെ ആരാ ഉള്ളേ? ഇല്ല. എന്നോട് കർത്താവ് പറയുക, നിന്റെ സ്ഥിതി ഇന്ന് രാത്രി മാറിപ്പോകും. നീ ചാവാൻ വന്ന, പക്ഷെ നിന്നെ ജീവനോടെ ദൈവം തിരിച്ചുവിടാൻ പോവാ. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. നീ ഇന്ന് രാത്രിയിലും ചോദിച്ചാൽ തമ്പുരാന് ഒരു പദ്ധതി ഇല്ലയോന്ന്. നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. ഒരു സൗഖ്യം കൊണ്ട് തിരിച്ചങ്ങ് പോവും. കൈ ഉയർത്തി ഒരു ആമയും പറഞ്ഞേ. ഇരുന്നിരുന്ന ഞാന് ദൂത് പറയാൻ വന്ന മൊത്തം ദൂതായിപ്പോ. അതുകൊണ്ടാ ഒന്ന് ചവിട്ടി പറയുന്നേ. ദൂത് ചവിട്ടി പറയുന്നേ അതുകൊണ്ടാ. ഒരു 2 മിനിറ്റ് 4 കാര്യം പറയണമല്ലോ അല്ലേ? ഒരു ആമയും പറഞ്ഞില്ല. സന്തോഷം ഇല്ലയോ? ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചാൽ സന്തോഷം ഇല്ലയോ? ഇല്ലയോ? കുഴഞ്ഞില്ലല്ലോ? കുഴഞ്ഞോ? ഇല്ലല്ലോ. ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ചായി ഇല്ലയോ? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തത്തില്ല, അങ്ങനെ വിഷമിക്കണ്ട. എന്നെ ഇന്ന് വിളിച്ചാണ്, എനിക്ക് മൈക്ക് തന്നാണ്. ഇപ്പം ഞാൻ നിർത്തുകയല്ല. എന്തായാലും എനിക്ക് കുഴയത്തില്ലെന്നറിയാം. ഇനി ബാക്കിയോടെ പറയാൻ പോവാ കേട്ടോ. അപ്പൊ ഈ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശില്പം അവിടെ ഉണ്ട്. ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ്, ആകർഷണം ഇതാണ്. ഈ കുഞ്ഞമ്മ അവിടെ ഭരിക്കുന്നത്. ഒരാമയും പറ. കുഞ്ഞമ്മയുടെ ശിങ്കിടികളുടെ പേരാണ് ദേവദാസിമാർ. എന്താണ്? ദേവദാസിമാർ. ഇതാണ് അവിടുത്തെ ശക്തി. പക്ഷെ നമ്മുടെ അപ്പല്ലോസ് അച്ഛൻ ഇത് മനസ്സിലായില്ല. ഈ മനസ്സിലാക്കി വേണം യുദ്ധം നടത്താൻ. ഒരാമയും പറ. നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കി യുദ്ധം ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി ഇതിന്റെ ആട്ടിവേര് നമ്മൾ അഴിച്ചിളക്കും. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞോ. ഈ രാത്രി നമ്മള് ഒരു കാര്യം കൂടെ. കോഴിയെ അടവെക്കുന്ന കണ്ടിട്ടില്ലയോ? കോഴി അടവെക്കുന്ന കണ്ടിട്ടില്ലയോ? ഒരു കോഴിയുടെ അടിയിൽ എത്ര മുട്ട വരെ വിരിയും? കോഴിയുടെ അടിയിൽ എത്ര വരെ? പ്രായമുള്ളവർ അവർക്കറിയാം എത്ര വരെ വരും. 14 വെക്കുന്നവരുണ്ട്, 13 ഉള്ളവരുണ്ട്, 23 ഉള്ളവരുണ്ട്. അതിൽ കൂടുതൽ പറയരുത്. അത്രയും വരെ വല്ലേ. കൽപ്പന എത്ര ഉണ്ടെന്ന് ചോദിച്ച പോലെ ഒരു സമൂഹ വിവാഹം നടക്കുക. അപ്പൊ പള്ളിയിലെ അച്ഛൻ പിള്ളേരെല്ലാം എടുത്തിട്ട് ചോദിച്ചു, മക്കളെ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ കൽപ്പന എത്ര ഉണ്ടെന്ന് പറയണം. കൽപ്പന. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛ 15 ഇല്ലയോ? അച്ഛൻ പറഞ്ഞു കൽപ്പന പഠിച്ചോണ്ട് വരാൻ. ഇപ്പൊ ഇറങ്ങിയപ്പം മറ്റോ എന്തുവായിരുന്നു? എടാ കൽപ്പനയാ ചോദിച്ചു. ഞാൻ 13 വരെ പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിച്ചില്ല. ഇവൻ കയറി 15 പറഞ്ഞു. ഒരാമയും പറഞ്ഞേര് എന്ന് പറഞ്ഞ പോലെ ഈ കോഴിയുടെ വലിപ്പം അനുസരിച്ച് ആ മുട്ട നമ്മൾ വെക്കുന്നേ. ഇനി അടുത്ത കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞായറാഴ്ചയാന്ന് പറഞ്ഞേ. ഞായറാഴ്ച 2 ടൈപ്പ് കോഴിയുണ്ട്. ഒരു കോഴിയുടെ പേര് അടക്കോഴി അല്ലയോ? നമ്മൾ സാധാരണ വീട്ടിൽ അടവെക്കുന്ന കോഴിയുടെ പേര് അടക്കോഴി. വേറൊരു കോഴിയുണ്ട്. എന്താ കോഴിയാ? കാലിക്കോഴി. ഈ കാലിക്കോഴിയുടെ പ്രത്യേകത, ഇത് മുട്ട സമ്മതിക്കത്തില്ല. പൊട്ടിയില്ല ജീവൻ വരുവോ? രാമയും പറഞ്ഞില്ല. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത, ഇപ്പൊ ഞങ്ങള് കോഴിയൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇൻകുബേറ്ററാ. ഇൻകുബേറ്ററിൽ എത്ര എണ്ണമാ? 21 അല്ല, 1000 എണ്ണൊക്കെ വരും. ഒരു സ്വോത്രം പറ. അച്ഛാ 21ന്റെ കാലമൊക്കെ പോയി ഇപ്പൊ ഒറ്റയടിക്ക് 1000 വിരിയും. കൈ കൊടുത്ത രാമയും പറഞ്ഞേ. ഒരാണ്ട് പറ, ഒറ്റയടിക്ക് 1000 ഒക്കെ വിരിയുമെന്ന് പറ. 2 പേർക്ക് കൈ കൊടുത്ത് പറ, ഒറ്റയടിക്ക് 1000 ഒക്കെ വിരിഞ്ഞു കളയും. ഞാൻ പത്തനംതിട്ട നടന്നു പ്രാർത്ഥിക്കും, ഒറ്റയടിക്ക് 1000 ഒക്കെ വിരിയണം. നിങ്ങൾക്ക് കോട്ടയത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, ഒറ്റയടിക്ക് 1000 ഒക്കെ കയറി വിരിയണം. 1000 ഒക്കെ ഞാന് ഇന്ന് ഇന്ന് പ്രസംഗം നിർത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സഭയുടെ വളർച്ച എന്നാന്ന്. 10 എണ്ണ എത്ര വളർന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പാസ്റ്ററെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം എന്നോട് യേശു ഇതാ പറഞ്ഞേ. യേശു എന്നോട് പറഞ്ഞ ഈ ശക്തി പട്ടണം കാണും. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഈ സ്തുതിയൊക്കെ മാറും. കയ്യൊന്ന് ഉയർത്തി ഒരാമയും പറഞ്ഞേ. എനിക്ക് സഭകളോടൊക്കെ ഭയങ്കര സ്നേഹം, ഈ പാസ്റ്റർമാരും ഭയങ്കര സ്നേഹം. നിങ്ങളിരിക്കും ദേവസ്വന്മാരെ ശരിക്കും.
ഞാൻ ഈ കുവൈറ്റിലെ ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി കേട്ടോ. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഒരു വരവൂടി ഇവിടെ വരും. ആ വരുമ്പം ദൈവം നിങ്ങൾക്ക്, അന്നെല്ലാം തൂണ അവിടെ, നിങ്ങൾ ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ദൈവം നിങ്ങളെ മാറ്റും. മങ്ക് ഓഫ് ചർച്ച് ഓഫ് ഗോഡിന് ദൈവം ഒരാളെ കൊണ്ട് ഒരു അത്ഭുതം ചെയ്തു. അതിന്റെ ഉദ്ഘാടനത്തിന് ഞാനും പോയി പ്രസംഗിച്ചു. രാമി പറഞ്ഞേ, ഒരു തൂത് ഞാൻ പറയുക മക്കളെ, അടക്കോയുടെ കാലം കഴിഞ്ഞു, ഈ ഇൻക്യുബേറ്ററിന്റെ കാല. ഒരാമയും പറഞ്ഞില്ല. കൈ കൊടുത്ത് പറ, അടക്കോഴിയുടെ കാലമൊക്കെ കഴിഞ്ഞു പറ. ചില അടക്കോഴികളുടെ കോളറും ഒക്കെ പൊക്കി നിൽക്കുക, നിന്റെ കാലം കഴിഞ്ഞു, മാറിക്ക് അങ്ങോട്ട്, മാറി. നിന്റെ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇൻക്യുബേറ്ററിന്റെ കാലമാ. ഇൻക്യുബേറ്ററിൽ വല്ല പ്രശ്നമുണ്ടോ? തൊട്ടാ ഷോക്ക് അടിക്കും. സ്വോത്രം പറഞ്ഞില്ല. തൊട്ടാൽ കൈപൊക്കി ഒരു സ്വോത്രം പറ. ഇത് പിടികിട്ടുന്നുണ്ടോ? അച്ഛാ, നീ കർത്താവിന്റെ ആളാന്നായി പറയുന്നേ. നിനക്ക് ചുറ്റും തീമതിലുണ്ടെന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പിശാചിന് നിന്നെ തൊടാൻ പുളിക്കുവെന്നായി പറഞ്ഞേ. നിന്റെ കുടുംബത്തെ തൊടാൻ പറ്റുകയാ. വലിപ്പം ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഈ തമ്പുരാന് ഒരു ദിവസം സ്വർഗത്തിൽ കൗൺസിൽ കൂടിയ സമയത്ത് സാത്താൻ ചെന്നു. എവിടെ? സാത്താൻ സ്വർഗത്തിൽ പോവും. പോകുന്നില്ലേ ഇപ്പൊ പറഞ്ഞേ? സാത്താൻ എവിടെ പോവും? ഉണ്ടോ ഒരമ്മ എന്ന് ചെന്ന പിന്നെ സാത്താൻ എവിടെ പോയാൽ മതിയല്ലോ. സാത്താൻ ഒറ്റയ്ക്കേ പോകാൻ പറ്റും, എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുവന്നും പറ്റത്തില്ല, ഞങ്ങൾക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ, ഞാൻ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, അച്ഛാ എന്നാ പ്രസംഗമായിരുന്നു, പക്ഷെ ഞാൻ നിങ്ങളുടെ പ്രസംഗം ഒന്നും കേട്ട് രക്ഷിക്കപ്പെടത്തില്ല. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അതെ, എൻ്റെ വീട്ടിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരാളുണ്ട്. എൻ്റെ അളിയൻ യേശുവാ. എൻ്റെ അളിയൻ? ഞാൻ പറഞ്ഞു നിന്റെ അളിയൻ യേശുവാന്നോ? അപ്പൊ എന്നോട് പറഞ്ഞു, എൻ്റെ പെങ്ങള് കന്യാസ്ത്രീയാ, അവൾ യേശുവിനെ കെട്ടാനിരിക്കുക. അവൾ യേശുവിനെ കെട്ടുവാണ്. ഞാൻ പിന്നെ ആരാ? അളിയൻ യേശുവിന്റെ ആരാ? ഞാൻ പറഞ്ഞ അളിയും കൊണ്ട് നീ അളിയനോട് കാര്യം പറയാം. എന്റെ പൊന്നളിയ അങ്ങനെ പോകത്തില്ലെന്ന്. ഇത് വീണ്ടും ജനിച്ചാലേ പോകുന്ന പണിയായത്. പെന്തിക്കോസിന്റെ വീട്ടിൽ ജനിച്ചാ പോരാ, വീണ്ടും ജനിക്കണം. എന്റെ പൊന്നളിയന്മാരെ അങ്ങനെ പോകത്തില്ലെന്ന്. അളിയന്മാര് കേൾക്കുന്നില്ല. അങ്ങനല്ലയോ? അളിയാ പോ. എന്റെ പൊന്നളിയാ പോകത്തില്ല. പോമോ? ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞ അളിയും കൂടെ നീങ്ങിക്ക്, അളിയനോട് കാര്യം പറയാം. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്റർ വിചാരി അവൾ എന്തൊരു ഭക്തിയോടാ ജീവിക്കുന്നറിയോ? അവളെപ്പോ വീട്ടിൽ വന്നാലും എനിക്ക് 100 രൂപ തന്നിട്ട് എന്നോട് പറയും, മോനെ എന്റെ കല്യാണം നടക്കാറായി, ഞാൻ യേശുവിനെ കെട്ടും. ഞാന് ഈ കന്യാസ്ത്രീമാർ നിങ്ങൾക്ക് അറിയത്തില്ലേ എങ്ങനെ അവരുടെ മുടിയൊക്കെ മുന്നോട്ട് മുറിച്ചിടും? അറിയത്തില്ല. അറിയാം. മുന്നോട്ട് മുടിയൊക്കെ മുറിച്ചിടും. മുടി മുറിച്ച് ഈ കന്യാസ്ത്രീമാർ ഓർണമെന്റ്സ് ധരിക്കത്തില്ലെന്നറിയാം? ധരിക്കത്തില്ല. ധരിച്ചാലും കുഴപ്പമില്ല, ധരിച്ചില്ലേലും കുഴപ്പമില്ല. രാമീം പറ. മിണ്ടുന്നില്ല. അരപ്പവന്റെ മോതിരം ഒന്നും വിഷയമല്ല. അതിനേക്കാളും വലിയ സാധനം അകത്തിരിക്കുമല്ലയോ, കുശുമ്പും കുന്നായ്മയും. സ്വത്രം പറഞ്ഞില്ല. അയ്യോ, നമ്മുടെ അത്രയും കുശുമ്പുള്ളൊരു കണ്ടിട്ടില്ലയോ? ഒരുത്തനൊരു പുതിയ വീട് വെച്ചാൽ അന്നത്തെ ദൈവാസം കൊണ്ടൊന്ന് പറയും, ദൈവമക്കളെ നമുക്ക് ഭൂമിയിൽ വീട് വേണ്ട. എന്നാ പിന്നെ അച്ഛൻ്റെ എഴുതി തരുമോ നമുക്ക് ഭൂമിയിൽ? എടാ പാവപ്പെട്ട ദൈവാസം, ഞങ്ങളുടെ സഭ ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കാറെടുക്കണം. സ്വത്രം പറ. സുരേഷ് പാസ്റ്ററിന്റെ അടുത്ത് വരുമ്പം പുള്ളി കയറി സ്റ്റിയറിംഗ് പിടിക്കും, അമ്മാമ്മ തെള്ളും. അത്ര വണ്ടിയായിരുന്നു സാൻഡ്രോ. അതിനെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നാണ് തെള്ളുവണ്ടി. തെള്ളിയാ വന്ന്. ഞാൻ പറഞ്ഞു, തെള്ളുവണ്ടി കൊണ്ടൊന്നും എലോഗീമേ വരാൻ പറ്റത്തില്ല, വേറെ വണ്ടി വാങ്ങിക്കണം. വണ്ടി ഇപ്പൊ ഒന്നല്ല, ചില്ലെന്ന വണ്ടിയാ വാങ്ങിച്ചേക്കുന്നത്. ഒരു സ്വത്രം പറഞ്ഞില്ല. നിങ്ങൾക്ക് അസൂയുണ്ടോ? ഇല്ല. ആണ്ട നിങ്ങളുടെ കപ്പൂച്ചൻ അച്ഛൻ പുതിയ. പിന്നെ പുള്ളിയോടുള്ള സ്നേഹം. എവിടെ പോസ്റ്റ് ഉണ്ടല്ലോ പുള്ളി പോസ്റ്റ് ഇടിക്കും. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു, പിന്നെ പാസ്റ്ററെ ഇത് കണ്ടോ, ഈ മുറുക്കങ്ങട ഞാൻ ഇടിച്ച് തകർത്തതാണ്. ഉള്ള കാര്യമാ. ഈ അതന്നായിരുന്നു. 1 വർഷം കഴിഞ്ഞു.
നിങ്ങൾക്ക് എന്തൊരു തകർക്കാനുണ്ടെ പുള്ളിയെ വിളിച്ചാൽ മതി. അത് പുള്ളിക്കാരന് അതിന് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? പുള്ളി ഏത് പോസ്റ്റ് കണ്ടാലും പോസ്റ്റ് അടിക്കും, എന്നിട്ട് KCBക്ക് പൈസയും കൊടുക്കും. അപ്പം ചില പാസ്റ്റർമാര് പറഞ്ഞു വരുത്തുപോക്കാന്ന്. എന്തുവാ വരുത്തുപോക്ക്? അപ്പൊ എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വരുത്തുപോക്കല്ല, ദൈവദാസന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അതാ ഇത് വരുത്തുപോക്കല്ല, വണ്ടി ഓടിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ 10 ദിവസം എൻ്റെ കൂടെ കയറിയിരുന്നോ, ഓടിക്കാൻ ഞാൻ തരാം. ഞാൻ ഈ 15 വയസ്സ്, ഞാൻ ആദ്യമായിട്ട് 15ാമത്തെ വയസ്സിലാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ അളിയൻ ഓടിക്കുന്നത് കണ്ടുകൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പം ഞാൻ അളിയൻ്റെ അംബാസിഡറിൻ്റെ താക്കോലും എടുത്ത്, എനിക്ക് ആകെ അറിയാവുന്നത് മുന്നോട്ട് കയറിയിട്ടാൽ പോകുന്നത് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. ഞാൻ ക്ലച്ച് ഔട്ടിയാലെ കൂടെ മേലോട്ട് കയറി വണ്ടി എടുത്തുകൊണ്ട് ഒരു ഒറ്റ പോക്ക്. അവിടെ ചെന്ന് എൻ്റെ വണ്ടി സ്റ്റിയറിംഗ് തിരിഞ്ഞൊരു ഈ കയ്യാലയുടെ മണ്ടലോട്ട് കയറി. ഇത് ഇറക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് കണ്ണും കാലം കാണിക്കുകയും പ്രാർത്ഥിക്കും. ഇത് പ്രാർത്ഥിച്ചാലാണ് താഴെ ഇറങ്ങുമോ? ഞാൻ പ്രാർത്ഥനയോട് ദൈവമേ, അന്നാരും ഒരു വണ്ടി ഓടിക്കുന്ന ചേട്ടൻ എന്ന് ചോദിച്ചു, എന്നാ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വണ്ടി താഴോട്ട് ഇറങ്ങുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞു അവിടെ 6 എന്ന് എഴുതിയൊരു സാധനമുണ്ട്, റിവേഴ്സ്, താഴോട്ടിട്ടാ പോരുമെന്ന്. അന്ന് പഠിച്ചാ ഞാൻ. ഒന്നും കണ്ടുന്നില്ല. നിങ്ങൾ ചില സഹോദരിമാരെ കണ്ടിട്ടുണ്ടോ? അവര് വണ്ടിയൊക്കെ അറിയാൻ ഇങ്ങനൊരു പിടുത്തം, ആ ലൈൻ കീപ്പ് ചെയ്തൊരു പോക്കാ. ഇത് H പഠിച്ച സമയത്തും കണ്ട് ഇങ്ങനെ ഇരുന്നായിരുന്ന ലൈസൻസ് കിട്ടിയനെ. മിണ്ടുന്നില്ല. സഹോദരിമാരുടെ ഏറ്റവും വലിയ പ്രത്യേകം കണ്ടിട്ടുണ്ടോ? ഇതിലേ കൂടുതലും വണ്ടി വന്നാൽ 2 കാലും എടുത്ത് റോഡി വെക്കും. സ്വത്രം പറഞ്ഞില്ല. എനിക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര പേടിയാ. ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുന്ന പിള്ളേരുടെ പെണ്ണുങ്ങളാണ് മുമ്പിലെങ്കിൽ അരഫാൻ ലോങ് മാറിയിരുന്നോണം. എൻ്റെ പൊന്നച്ചാ പിന്നെ പ്രശ്നമാണ്. കണ്ടോ സഹോദരിമാരെ മിണ്ടുന്നില്ല. സഹോദരിമാരെ, എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാം ലൈസൻസ് എടുക്കണം, എല്ലാവരും വണ്ടി ഓടിക്കണം. എന്നിട്ട് രഞ്ജിത് പാസ്റ്റർ സഭയിൽ നിറച്ചു വണ്ടിക്കാത്ത ആളിനെ കൊണ്ടുവരണം. എനിക്ക് ഒരു കാര്യം കൂടെ, കുഴപ്പമില്ലല്ലോ, ഇല്ലയോ? ഉണ്ടോ? പിന്നെ ഒരു കാര്യം കൂടെ, വണ്ടി ദൈവം നിനക്ക് തന്നത് അത് കണ്ടോണ്ട് തൂത്തുവാരി തുടച്ചിട്ടേക്കാനല്ല, ആണോ? വണ്ടിയിൽ 5 പേര് കയറുമെങ്കിൽ 7 പേരെയും കൊണ്ട് യോഗത്തിന് വരണം. ശരിക്കൊരു ആമീൻ പറഞ്ഞേ. ഞാൻ നിന്നോട് എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് ആദ്യമായിട്ടൊരു ഇൻഡിക്ക കാർ ഉണ്ടായിരുന്നു. ഇൻഡിക ആയിരുന്നു എൻ്റെ ആദ്യത്തെ വണ്ടി. അപ്പൊ ഞങ്ങൾക്ക് സഭ വേറെ വണ്ടിയൊന്നുമില്ല. ജോലൊക്കെ എൻ്റെ കൂടെ 8ാം ക്ലാസ്സിൽ വന്നാ. അപ്പൊ അവന് താടിമുടിയൊക്കെ ആയി. ഒരു സ്വത്രം പറഞ്ഞു, ഇച്ചിരി ഉള്ളായിരുന്നവൻ. ഇപ്പം പയറ് പോലെ കുത്തുന്നു വെറുത്താ. നിങ്ങൾക്ക് സന്തോഷമില്ലയോ? അവൻ, നിങ്ങൾ ആരും അവൻ്റെ ഇമെയിൽ ID ഒന്നും ചോദിക്കരുത്. ചോദിച്ചാൽ അവൻ എന്നോട് പറയും. കഴിഞ്ഞ പ്രാവശ്യം യോഗത്തിന് ചെന്നപ്പം ഒരു പെണ്ണ് വന്ന് അവനോട് ചോദിച്ചു, ഈ ബിനിപ്പാസ്റ്ററെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. എന്നെ അമ്മ അച്ചാണ്ട് ചോദിച്ചാൽ മതി. അപ്പം എൻ്റെ അടുത്ത് വന്ന് വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, പെണ്ണമ്മളോട് ചോദിച്ചിട്ട് പറയാം, വിളിച്ച് ചോദിച്ചിട്ടാ. അവിടെ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. സമ്മതിക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. മദാമ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പോകണ്ട, ഇവിടെ നിൽക്കാമെന്ന്. ഞാൻ പറഞ്ഞു, 3 പിള്ളേർ വീട്ടിൽ കിടക്കുക, നിങ്ങൾ മിണ്ടുന്നില്ല. അസൂയ കണ്ടില്ലയോ? സ്വത്രം പറഞ്ഞില്ലേ? അതാ ബാക്കി പറയാൻ പോ. നിക്ക്. അപ്പം അവന് കല്യാണം കഴിച്ചാണോ? നീ മിണ്ടുന്നു. കല്യാണം കെട്ടി. അവൻ കല്യാണം കഴിച്ചതല്ല, ചെറിയ, നിങ്ങൾ വിചാരിക്കുന്ന വലിയ കീബോർഡിസ്റ്റാന്ന്. ഇവൻ്റെ ഇരിപ്പൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും റഹ്മാൻ്റെ അനിയനാണ്. ഒന്നും അറിയത്തില്ല, ഇല്ലെന്ന്. പിന്നെ ഈ ഇരുന്ന് വായിക്കുന്നേ കൃപയാ. ഏത് കോഡ് പോവും വായിക്കും. നിങ്ങൾക്കറിയോ, ഇവന്റെ അച്ഛൻ അച്ചപ്പെട്ടതിന് നേർന്ന ആ വീട്ടിൽ നിന്ന് യേശുവിനെ കണ്ടിറങ്ങിയതാ. ഇങ്ങനെ എൻ്റെ കൂടെ ചങ്കാഴി പിള്ളേർ വന്നിട്ടുണ്ട്. ചങ്കാഴി പിള്ളേരുണ്ട്. ഇന്ന് ഒരുത്തനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ ദൂത് പറഞ്ഞ ഇന്ന് അവിടെ വന്നിരിപ്പുണ്ട് മണിലാല്. ഇന്നലത്തെ ഓൺലൈനിൽ നോക്കിയ മണിലാലിനോട് ഇന്നലെ ദൂത് പറഞ്ഞു. ഇന്നവൻ ഡ്രസ്സുമൊക്കെ എടുത്ത് അവിടെ യോഗത്തിനുണ്ട്. നമ്മുടെ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ പ്രത്യേകത പറഞ്ഞിട്ട് പോകത്തില്ല, കൊണ്ടുപോകണേ വീട്ടിൽ കൊണ്ടുപോകും. രഞ്ജിത് പാസ്റ്ററെ, എന്തുവായാലും നമുക്കൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ കടമുള്ളത് ഞാനാ. ഞാൻ എവിടെ കടം കിട്ടിയാലും എടുക്കും. എന്നാന്നറിയോ? ഞാൻ ഇവിടുന്ന് പോകാനിരിക്കുക. ഞാൻ സത്യമായിട്ടും പോകാനിരിക്കുക. അമേരിക്കയിലല്ല, സ്വർഗത്തിൽ. നിങ്ങളെ സ്വത്രം പറഞ്ഞില്ല. പിന്നെ എനിക്ക് വണ്ടിയുണ്ട്. ഞാൻ പോയി കഴിഞ്ഞ് വണ്ടിയൊക്കെ നിങ്ങൾക്ക് തരും. ഒരാമയും പറ. എൻ്റെ വണ്ടി തരും, വാച്ച്. ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ് കിട്ടിയതല്ല, ഇന്നലെ ഒരു ഗിഫ്റ്റ് കിട്ടി. 2,40,000 രൂപയുടെ ഫോൺ. ഇന്നലെ കിട്ടിയ ഫോണാ. അസൂയാണ് പുള്ളിക്ക്. 2 ലക്ഷത്തിൽ
എൻ്റെ പൊന്നമ്മ ഞാൻ ഇമെയിൽ അയക്കും, ഇത്രയ്ക്കേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല, ഇത്രയ്ക്കേ ഉള്ളൂ. സുവിശേഷത്തിന് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് വന്ന കാശാ. അവർ നേരിട്ട് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്റർക്ക് ഫോണല്ലാതെ. ഇപ്പം എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പെമ്പിള്ളേരെ കെട്ടിക്കും. എൻ്റെ ആഗ്രഹം സമൂഹ വിവാഹം നടത്തണം. പുതിയ ഓൾഡ് ഏജ് ഹോം പണിയാൻ പോവാ. രഞ്ജിത്ത് പാസ്റ്ററിന് അങ്ങനെ പ്ലാൻ വല്ലതും ഉണ്ടോ? ഇല്ലല്ലേ? അങ്ങനെ ഇല്ലാത്തൊന്നും എടുക്കണ്ട. ഒരു സ്വോത്രം ഞങ്ങളൊക്കെ ഉണ്ട്. ഒരാമയും പറഞ്ഞേ. ഈ നമുക്കില്ലാത്ത കണ്ടിട്ടില്ലയോ? നമുക്കില്ലാത്ത ശുശ്രൂഷ ഒന്നും കയറി ചെയ്യരുത്. ഒരാമയും പറ. ചിലരങ്ങനല്ല. ഇവിടുന്ന് ദുബൈയിലോട്ട് കയറി പോയാൽ പിന്നെ പുള്ളി അങ്ങ് പ്രവചനമാ. സ്വോത്രം പറഞ്ഞ് കഴിഞ്ഞ ദിവസം കൊണ്ടോടത്ത് എന്നിട്ട് കല്യാണം കഴിക്കാത്ത പെണ്ണ് തലയൊക്കെ വെച്ച് പറഞ്ഞു, നിനക്ക് 3 പിള്ളേരും ഒരു ഹസ്ബൻഡും ഉണ്ട്, അവള് കെട്ടിയതല്ല. സ്വോത്രം പറഞ്ഞില്ല. അച്ഛാ, നിയോഗം ഇല്ലാതെ ഇതൊന്നും പറയരുത്. എന്റെ പ്രത്യേകത ദൈവം പറയാത്തൊന്നും ഞാൻ പറയില്ല. ശരി, ബാക്കി പറയാൻ പോവാ. 2 കാര്യം കേട്ടെ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം. ഈ നിങ്ങൾ കണ്ടോ അവിടെ എഴുതിയേക്കുന്ന കണ്ടോ? എഫെസോസിൽ മാത്രമല്ല, മിക്കവാറും ആസ്യയിലൊക്കെയും ജനങ്ങളെ സമ്മതിപ്പിച്ച ഒരാമയും പറ. ഇതുവരെ എല്ലാവരും മറിക്കുമായിരുന്നു, ഇനി നമ്മൾ മറിക്കും. കേട്ടവരാമയും പറഞ്ഞേ. ഇതുവരെ എല്ലാവരും മറിക്കുമായിരുന്നു, ഇനി നമ്മൾ മറിക്കും. കോട്ടയം പട്ടണത്തെ നമ്മളെ മറിച്ചു കളയാൻ പോവാ. സുവിശേഷം പിടിച്ചടക്കാൻ പോവാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈയടിച്ച് ആദരമൊന്ന് തുറന്ന ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് നന്ദി പറയാമോ? കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ പവർ കൊണ്ട് ചിലതിനെ മറിച്ചു കളയാൻ ദൈവം നിനക്ക് ശക്തി തരാൻ പോകയാ. ഈ പട്ടണത്തെ മറിക്കാൻ ഈ രാത്രി ചർച്ച ചരിത്രം തിരുത്തി കുറിക്കാൻ പോയ ചില ആളുകൾ ചരിത്രമാകുക. ഈ രാത്രി ഒരു വലിയ ദൈവമഹത്വ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. വലിയ ദൈവത്തിന്റെ മഹത്വം. സ്നേഹിതരെ, 2 മിനിറ്റ് കൂടെ ഞാനൊരു വാക്ക് പറയട്ടെ. വിശ്വാസമുള്ള ഒരു പറ്റം ആളുകളുടെ നടുക്ക് പൗലോസ് ദൈവശക്തിയുമായിട്ട് ചെന്നു. എന്നെ കൊണ്ട് വന്നു ദൈവശക്തി. ഇന്ന് രാത്രി ഒരു ശക്തി ഇവിടെ വ്യാപരിക്കും. എന്നാ വ്യാപരിക്കും? ദൈവത്തിന്റെ ശക്തി. 2 മിനിറ്റ് ഈ ശക്തിയുടെ കാര്യം പറയട്ടെ. ശക്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഇതേ തൊട്ടവരെല്ലാം വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഞാനൊരു 3 മിനിറ്റ് ട്രാൻസ്ഫോമർ നിങ്ങളൊന്നും കാണിക്കുക. ഈ ശക്തി വയസ്സ് 31 വയസ്സ്. പാലസ്തീന്റെ പച്ചമണിലൂടെ നടന്നു മുന്നോട്ട് പോകുക. ഒരു പുരോഹിത കൂട്ടം കൂടെയുണ്ട്. 12 ശിഷ്യന്മാർ ചുറ്റുമുണ്ട്. 70 ശിഷ്യന്മാർ സെക്കൻഡ് ലെയറിലുണ്ട്. ഒരു പറ്റം ആളുകൾ മുന്നോട്ട് നടന്നു പോകുക. ഒരു സഹോദരി വീട്ടിൽ വെച്ച് പറഞ്ഞു, ഞാൻ അവനെ തൊടും. ഇന്ന് രാത്രി ഞങ്ങൾ അവനെ തൊടും. അഭിഷക്ത, ഞങ്ങൾ ഇന്ന് രാത്രി അവനെ തൊടും. അഭിഷക്ത, ഇന്ന് രാത്രി ഞങ്ങൾ അവനെ തൊടാം. ഞങ്ങൾ വെറുതെ പോകാമെന്നല്ല, ഞങ്ങൾ തൊടാമെന്ന ഇന്ന് രാത്രി. ഈ രാത്രി ഞങ്ങൾ അവനെ തൊടാൻ പോവാ. ഉടനവചന ഘടക ശതന ഘടക
ദൈവദാസന്മാരെ, ഈ പുരുഷാരം യാത്ര ചെയ്യുമ്പോൾ ഇവൾ മനസ്സിനകത്ത് പറഞ്ഞു, ഞാൻ അവനെ തൊടും, ഞാൻ അവനെ തൊടും. സാഹചര്യം അനുകൂലാണോ? കണ്ണാടിക്കാരി അമ്മാമേ, സാഹചര്യം അനുകൂലാണോ? അല്ല, അല്ല. പക്ഷേ നമ്മൾ തൊടും. തൊടുവെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കുമായിരുന്നോ? അല്ല. ഓൺലൈനിൽ കാണുന്നവരോട് പറയാ, നാളെ യോഗം ഇല്ലയോ? നാളെ വൈകിട്ട് യോഗമുണ്ട്, തൊടാനിങ്ങി വരണം. രാമേ പറ. വീട്ടിൽ ഇരുന്നാ പോരാ, ഇങ്ങ് വരണം. ഓൺലൈനിൽ തൊട്ടാ പോരാ, ഇങ്ങ് വരണം. കൈ ഉയർത്തി ആമേൻ പറ. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അപ്പുറത്തെ തോമാച്ചാൻ ചോദിച്ചു, എടുപ്പടി. പറഞ്ഞു, എന്നുവെച്ചാൽ ഈ പുള്ളിക്കാരി നാട്ടുകാർക്കെല്ലാം അറിയാം എന്നാ പ്രശ്നം. കമ്പ് പോലിരിക്കുക. നേരത്തെ 80 കിലോ ഉണ്ടായിരുന്നു, ഇപ്പൊ 30 കിലോ ഉള്ളൂ. അസുഖം എന്തുവാ? രക്തസ്രാവ അസുഖം. ഇപ്പം 10-25 കിലോ വെയിറ്റേ ഉള്ളൂ. ആയുർവേദം നോക്കിയതാ, അലോപ്പതി നോക്കിയതാ, പിന്നെ എന്തൊക്കെയാ, ഹോമിയോ നോക്കിയതാ, പിന്നെന്തുവാ, നാട്ടുവൈദ്യമുണ്ട്, സിദ്ധയുണ്ട്, പിന്നെ പ്രകൃതിയുണ്ട്. സ്വോത്രം പറഞ്ഞില്ല. ഇതെല്ലാം പോയിട്ട് ഇപ്പൊ എന്തോ പറ്റി? ഒരു ഗുണമില്ല. വിഷമിക്കണ്ട, സ്ഥിതി മാറും. എന്ന് മാറും? ഇന്ന് രാത്രി മാറും. എന്ന അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. ഇന്ന് മാറും മോളെ, എന്ന് മാറും, ഇന്ന് മാറും. വെള്ളശാള് മാറുവോ? എടി ഇന്ന് മാറുവാന്ന് കൈപൊക്കരാമേ മറ. എന്ന് മാറും? ഇന്ന്. എന്നാ ഇന്ന് രാമേ മറന്നില്ല. അപ്പൊ അവള് തോമാച്ചാണ്ട് പറഞ്ഞാ, വീടൊക്കെ നോക്കിക്കൊണ്ട് ഞാനിങ്ങ് വരും. അവിടെ ചെന്നപ്പോഴോ ഇമാരെ കയറ്റി വിടുവോ? അച്ചാച്ചന്മാരില്ലേ, വിടുവോ? സ്വോത്രം പറഞ്ഞില്ല, വിടുകയില്ല. കയറ്റില്ലേ? അടക്കോഴിയുടെ കൂട്ടാ, ഒറ്റ ഒരുത്തനെ കയറ്റി വിടത്തില്ല. ഒരു സ്വോത്രം പറഞ്ഞില്ല. ആശ്ര ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി അതിന്റെ സ്ഥിതി പൊട്ടാൻ പോവാ. ജനത്തെ വിടാത്ത ആധിപത്യം അഴിഞ്ഞു മാറാൻ പോവാ. സഭകൾ വളരാൻ പോവാ. ഈ ഇരിക്കുന്ന അഭിഷക്തന്മാരെ കൊണ്ട് ദൈവം വല്ല അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. കർത്താവിനോട് തൂത് പറയുന്നത്, ഈ രാത്രി അവന്റെ മഹത്വത്തിന്റെ സാക്ഷികളാകാൻ ദൈവത്തിനെ ഉപയോഗിക്കാൻ പോവാ. സംഭവിച്ചാലെന്നറിയാ, സമയമില്ലാത്തോണ്ട് പറയാ. ഇരുന്ന ദിവസമാരെ ഇവള് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന്, ഏതിലെ കൂടെ വന്നെന്നും ചോദിക്കില്ല കേട്ടോ. പുരുഷാരത്തിന്റെ ഇടയിൽ കൂടെ വന്ന് യേശുവിനെ കയറി തൊട്ടു. യേശുവിനെ തൊട്ടു. യേശു എന്നാ പറഞ്ഞു? എന്നെ പത്രോസ് കാതി പറഞ്ഞു, മണ്ടത്തരം പറയല്ലേ, ഞങ്ങളൊക്കെ കുപ്പായത്തെ പിടിച്ച് നിൽക്കുക ഇപ്പം. അന്നാരും ആ തൊട്ട കാര്യം ചോദിക്കുന്നേ. അപ്പൊ യേശു പറഞ്ഞു, പിടിച്ചതുപോലല്ല, ഒരുത്തി തൊട്ടിട്ടുണ്ട്. ഒരാമയും പറഞ്ഞില്ല, ഒരുത്തി തൊട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു ഹൃദയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോവാ. നീ വെറുതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ മതി. നിന്റെ സ്ഥിതി എല്ലാം ഇന്ന് രാത്രി മാറാൻ പോവാ. നിന്റെ അവസ്ഥകൾക്കെല്ലാം ഇന്ന് രാത്രി മാറ്റം ഉണ്ടാവാൻ പോവാ. കൈയട്ടിച്ച ദൈവത്തിനൊരാമയും പറഞ്ഞു. കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയാ, നീ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കുന്നില്ലയോ, അതിനിന്ന് രാത്രി മറുപടി വരാൻ പോവാ. ഈ രാത്രി ചില മറുപടികൾ ഈ സഭയോട് ബന്ധപ്പെട്ട ഈ രാത്രി ചലിച്ചു തുടങ്ങാൻ പോയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ സ്നേഹിതരെ, ഒരു മിനിറ്റ് ഒന്ന് കേട്ടെ. പക്ഷേ ഒരു 10 മിനിറ്റ് എടുക്കുവാന്നേ, കുഴപ്പമില്ലോ. നിങ്ങൾ കൈ ഉയർത്തി ഒരു ആമയും പറഞ്ഞേ. 8:45 കേട്ടോ. എന്നാലും നിങ്ങളെ ക്ഷമിച്ചേക്കണം. ഞാനൊരു 10 മിനിറ്റ് ഒത്തിരി കൂടുതലെടുക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു അസാധാരണ നിയോഗം എൻ്റെ അകത്ത് വരുവാ. എന്നോട് തമ്പുരാൻ പറയുന്നത്, ഇവിടെ ആത്മാക്കളെ വിടാത്തൊരു വ്യാപാരം ഉണ്ടാകും. ഇന്ന് രാത്രി അത് പൊട്ടിപ്പോകാൻ പോവാ. പരിശുദ്ധാത്മാവ് ദൈവനോട് പറയുക, ഒരുവർ 1000-യും 20 10,000-യും ഓടിച്ചു കളയുന്ന പോലെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോവാ. കേട്ടവരൊരാമയും പറഞ്ഞത്, മക്കളെ, ഒരുവർ 1000-യും 20 10,000-യും ഓടിച്ചു കളയത്തക്ക പോലെ
ഒരു ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഒരുവർ 1000-യും ഒരു മിനിറ്റ്. എനിക്ക് കണക്ക് മനസ്സിലായില്ല. എനിക്ക് മോനെ ഫീഡ്ബാക്ക് കറക്റ്റ് അല്ലേ? എനിക്ക് കണക്ക് മനസ്സിലായി. ഒരുവർ 1000-യും അന്ന് കിടക്ക. ഒരുവർ ഈ 1000 എങ്ങനെ ഗുണിച്ചിട്ടായി 10,000 വന്നേ? 1000 അധികം 1000 അല്ല, 1000 ഗുണം 1000. ഒരാമീൻ പറ. സഭ അങ്ങനെ വളരാൻ പോവാ. ഒന്ന് കൈയടിച്ച് റിസീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിസീവ് ചെയ്തോ. ഇത് ഞാൻ പ്രവചനമായിട്ട് പറയാ. രഞ്ജിത്ത് മാസ്റ്ററെ, നിങ്ങളുടെ ചർച്ച് ലൈഫ് ബ്ലെസ്സിംഗ് ചർച്ച് ഒരു ബ്ലെസ്സിംഗ് ആകാൻ പോവാ. ഈ ചർച്ച് അതുപോലെ വളരാൻ പോവാ. 100 കണക്കിന് കർത്തൃദാസന്മാരെ ഞാനൊരു വെളിപ്പാട് കണ്ട കർത്തൃദാസനെ, ഈ പട്ടണത്തിൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കും. നിങ്ങൾക്ക് സ്ഥലം തരും. അത് റോഡിൽ വണ്ടി പാർക്ക് ചെയ്യത്തില്ല, ചർച്ചിന്റെ അണ്ടർഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യും. ഫില്ലറെ പൊക്കി പണിയും. പരിശുദ്ധാത്മാവ് അങ്ങനെ വെളിപ്പാട് കാണിക്കുക തന്നെ. അതിന് ചിലരതയോ ഒരുക്കാൻ പോവാ. അത് ഒരു റോഡ് കൂടുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ബിൽഡിംഗ് പണിയാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അതിനുള്ള പദ്ധതികള് എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവാ. കൈയടിച്ച ആദരം തുറന്ന യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ദൈവത്തിന് തരാൻ പറ്റും. ഞാൻ പത്തനംതിട്ട 4 കോടി രൂപയുടെ സ്ഥലം വാങ്ങിച്ചേ. രാമീമറ ഇപ്പൊ വാങ്ങിക്കാൻ പോകുന്ന 1 കോടിയുടെ സ്ഥല. രജിസ്ട്രേഷനാ വെള്ളിയാഴ്ച. ഇന്ന് നടക്കണ്ടിയാ. 2 ദിവസം അവധിയായോണ്ട് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയേക്കുവാ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും കാശ് എന്ത് ചെയ്യുന്ന? പ്രൊജക്റ്റ് ദൈവത്തിന്റെ അന്നേ കാശ് ദൈവം തരും. അത് പറയാം. നിങ്ങൾ ഇരിക്ക. അതെ, നിങ്ങൾ ഈ വീട്ടിൽ ഓൺലൈനിൽ ഫുഡ് വരുത്തില്ലേ? സൊമാറ്റോക്ക് ഇല്ലേ? ഇവിടെ ഉണ്ടോ? ഇവിടെ എന്തൊക്കെയാ ഉള്ളേ? എന്നുവെച്ചാൽ വീട്ടിലൊന്നും വെക്കത്തില്ലെന്നാ. സഹോദരിമാരെല്ലാം ഒരു സ്വതന്ത്രം പറഞ്ഞു തരാം. നിന്റെ കാര്യത്തിൽ നിന്ന് തീരുമാനം ഉണ്ടാവും കേട്ടോ. അതാണ്ട് എന്നെ നോക്കാം. ഈ സഹോദരിമാര് കഞ്ഞിയും കറിയും വെക്കാൻ പഠിക്കണം. പെണ്ണുങ്ങളെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിൽ അമ്മമാര് കൊച്ചിനെ കഞ്ഞി ഒരു തള്ള മോളെ നോക്കി കറക്റ്റാ ഭാഷ പറഞ്ഞാൽ കേട്ടോളാൻ. എനിക്ക് ഇവിടെ വന്ന് ആരാധിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. രാവിലെ പെൺപിള്ളേരെ എഴുന്നേക്കണം. ആൺപിള്ളേരും എഴുന്നേക്കണം. സ്വതന്ത്രം പറഞ്ഞില്ലേ? പെൺപിള്ളേർ മാത്രം പോരാ, ആൺപിള്ളേരും എഴുന്നേക്കണം. രാവിലെ ഞാൻ ഈ പ്രാവശ്യം കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ അപ്പം പറഞ്ഞു, എടാ ബിനു വാഴമുട്ട് ഇന്ന് രാത്രി നമ്മുടെ വീട്ടിൽ സ്റ്റേയാ. നാളെ അവർ കുടുംബ പ്രാർത്ഥനയ്ക്ക് വെളുപ്പിന് എഴുന്നേറ്റ് വരണം. അങ്ങനെ 2 പിള്ളേരും അപ്പനും എല്ലാം കൂടെ വന്നു. ഞാനും അവിടെ പോയിരുന്നിട്ട് പാട്ട് പാസ്റ്ററില്ലയോ ഞാൻ പാടി. അതിരാവിലെ തിരുസന്നിധി ഞാൻ ഒറ്റയ്ക്ക് പാടുവാ. കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു, അങ്ങളെ പുതിയ പാട്ടാ ഇല്ലയോ? ഞാൻ ജനിക്കുന്ന ഞങ്ങളുടെ അമ്മ പാടിക്കേട്ട പാട്ടായത്. ഞങ്ങളുടെ അമ്മ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടാ. ഏത് പാട്ട് എന്ന് വെച്ചാൽ അവൻ ഇന്ന് വരെ ഉണർന്നിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. ഏത് പാട്ട്? ഇപ്പം നിങ്ങളെ കൈയൊന്നും പൊക്കുന്നില്ല, കള്ളം പറഞ്ഞ് പൊക്കുമെന്ന് എനിക്കറിയാം. അത് വേണ്ട. ഈ വീട്ടിൽ രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിലും വൈകിട്ടുണ്ടോ? അതിനെങ്ങനെ ഭർത്താവും ഭാര്യയും കൂടെ ഒക്കത്തില്ലല്ലോ. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് അടിയല്ലയോ? ഒരു സ്വതന്ത്രം പറഞ്ഞില്ല. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ചില വീട്ടിൽ നന്മ വരുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും കൂടെ ഒരു വഴക്കുണ്ടാവും. കർത്താവ് നിങ്ങൾക്ക് നന്മയും കൊണ്ട് വാഗ്ദത്തം കൊണ്ട് നിങ്ങളുടെ വാർപ്പിന്റെ മേളിൽ നിൽക്കുക. ഇവിടെ അച്ഛനും അമ്മയും കൂടെ ചൂലും കൊണ്ട് അടി കിടക്കുക.
അപ്പൊ ദൂതൻ പറയും, ഇപ്പൊ വിടുതൽ കൊണ്ടുപോകാൻ പറ്റുന്ന സമയമല്ല, പോയേക്കാന്ന് പറയും. ഒരു സ്വോത്രം പറഞ്ഞില്ല. സത്യമില്ലയോ ഇത്? ഒരച്ഛൻ കൈയൊന്നും പൊക്കരുത്, നാണം കേടാ, പൊക്കരുത്. ഇവിടെ എല്ലാം ഞങ്ങളുടെ പിള്ളേർ തന്നെ 4 ക്യാമറയും കൊണ്ട് വന്നേക്കുക. ഒരു സ്വോത്രം പറഞ്ഞു. ഇതെല്ലാം ഈ യോഗത്തിന് ഇതൊന്നും ഉറങ്ങൊന്നും ചെയ്യരുത്, നിങ്ങളുടെ മുഖം എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട് പിള്ളേര്. കണ്ടുപിടിക്കുന്നുണ്ടല്ലയോ? ഇവരൊക്കെ പമ്മിന്ന് എടുത്തോണ്ട് പൊക്കൊള്ളും. ഉറങ്ങുമെല്ലാം ചെയ്യുവാണെങ്കിൽ സൂസമ്മയുടെ സൂക്ഷം മുഖം ഞാൻ ഇടുകയും ചെയ്യും. ഇവിടെ പ്രസംഗിച്ച പ്രസംഗം ടെലികാസ്റ്റ് ചെയ്യുമല്ലോ, സ്വോത്രം പറഞ്ഞില്ല, അത് ടെലികാസ്റ്റ് ചെയ്യും ഞങ്ങള്. ഏതേലും കുഞ്ഞമ്മ ഉറങ്ങുവാണെങ്കിൽ സൂക്ഷ്മമായിട്ട് ഈ മരൊക്കെ ജയിലിൽ കിടന്നില്ലേ വിദഗ്ധരായി സ്വോത്രം പറഞ്ഞു. പിന്നെ ഇനി നോക്ക്, ഒരു സന്തോഷമൊന്നുമില്ലല്ലോ മുഖത്ത്. ഈ ഉപവസിക്കുമ്പം വാടിയ മുഖം, ഉപവസിക്കുമ്പോൾ ചിരിച്ചോണ്ടെങ്കിൽ ഈ ചെല്ല കണ്ടിട്ടില്ലയോ? അവർ സഹോദരിമാരെ ഇടയ്ക്ക് ചിരിക്കണം. നമ്മുടെ നരസിംഹറാവു പോലും ഐശ്വര്യ റായെ കണ്ടപ്പോഴാണ് ചിരിച്ചേ. അങ്ങനെ മിണ്ടുന്നില്ല, ഇടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യണം. സഹോദരിമാർ ശരിക്കൊന്ന് ചിരിച്ചാൽ പകുതി കുടുംബ പ്രശ്നം തീരും. ഇത് വറുകലം പോലെ ഇരിക്കുമല്ലയോ? സ്വോത്രം പറഞ്ഞില്ല, ചിരിക്കത്തുമില്ല. പിന്നെ ഭർത്താവിനെ സംശയിക്കരുത്. ഒരാമയും പറ. മിണ്ടുന്നില്ല. എന്തോ ഒരച്ഛൻ പറഞ്ഞ ഇന്ന് അവളെ കൊണ്ടുവരേണ്ടിയായിരുന്നു. എൻ്റെ പൊന്നെ, സംശയം കൊണ്ട് വീട്ടിൽ കയറാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് ഒരു DYSP എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങോട്ട് ചേർന്ന് തന്നെ ഒരു സെൽഫി എടുക്കണം. എന്തിനാ ഒരു സെൽഫി? ഞാൻ ചോദിച്ചു, എന്തിനാ സാറേ സെൽഫി എടുത്ത്? അതെ, അവക്ക് എന്നെ ഒട്ടുക്കത്തെ സംശയമാ. അവക്ക് പാസ്റ്ററെ ഭയങ്കര സ്നേഹമാ. പാസ്റ്ററെ ഫോട്ടോ കാണിച്ചാൽ ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. പുള്ളി ഇവിടുത്തെ വലിയ DYSP ഒക്കെയാ, പക്ഷെ പെണ്ണും പിള്ളയുടെ മുമ്പിൽ സ്വോത്രം പറഞ്ഞില്ല. ചിലർക്ക് ഈ ഭാര്യയെ പേടി എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഞങ്ങളുടെ പാസ്റ്റർമാർക്കൊന്നും ഇല്ലത്, സ്വോത്രം പറഞ്ഞില്ല. നിങ്ങൾ ആണുങ്ങൾ ഇവരൊക്കെ പാവത്തുങ്ങളാ കേട്ടോ. ഇങ്ങനെ ബലമൊക്കെ പിടിച്ചിരിക്കുന്ന പാവത്തുങ്ങളാ, പേടിപ്പിക്കരുത്. ഒരാമയും പറഞ്ഞില്ല. പാസ്റ്റർമാരെ ബാക്കി കാര്യം പറയാൻ പോവാ. ഇത് കേട്ടെ, അവള് പറഞ്ഞു ഞാൻ അവനെ തൊടും, ഞാൻ അവനെ. യേശു തിരിഞ്ഞിട്ട് ചോദിച്ചു, എന്നെ തൊട്ടത്? അവള് പറഞ്ഞതാ യേശു ചോദിച്ചേ. ഒരാമയും പറഞ്ഞില്ല. അവള് വീട്ടിൽ പറഞ്ഞതാ യേശു നാട്ടിൽ ചോദിച്ചേ. ഇന്ന് ഈ വീട്ടിൽ പറഞ്ഞത് യേശു ഇന്ന് ചോദിക്കാൻ പോവാ. കോട്ടയം ചർച്ച ഇന്ന് രാത്രി ദൈവം ചോദിക്കാൻ പോവാ. നീ വീട്ടിൽ പറഞ്ഞ നാട്ടിൽ ചോദിക്കാൻ പോവാ. അകത്തുറപ്പുള്ള ആമീൻ പറഞ്ഞു. അവള് പറഞ്ഞു ഞാൻ അവനെ തൊടും. യേശു ചോദിച്ചെന്നെ തൊട്ടതാരാ? ഇരിക്ക. അവള് വീട്ടിൽ പറഞ്ഞു ഞാൻ അവനെ. യേശു എന്നാ പറഞ്ഞു? എന്നെ. അവള് പറഞ്ഞത് തന്നെ യേശു പറഞ്ഞു കേട്ടോ. അവള് പറഞ്ഞത് തന്നെ യേശു പറഞ്ഞു. യേശു ചോദിച്ചു എന്നെ തൊട്ട് ആര്? പത്രോസ് പറഞ്ഞു. പത്രോസാണല്ലോ മെയിനാള്. പത്രോസ് പറഞ്ഞു കർത്താവ് നിന്നെ ആരും തൊട്ടില്ല. ഇവള് വിറച്ച് പുറകെ നിൽക്കുക. ഇവള് പറഞ്ഞു കർത്താവ് ഞാൻ അങ്ങെ തൊട്ടു. ഇനി അവിടെ ഒരു വാക്യമുണ്ട്, ക്ഷണത്തിൽ അവങ്കൽ നിന്ന് ശക്തി വ്യാപരിച്ചു. എന്നാ? ക്ഷണത്തിൽ അവങ്കൽ നിന്ന് ശക്തി വ്യാപരിച്ചു. കോട്ടയം പട്ടണത്തിൽ ശക്തി വ്യാപരിക്കും. കേട്ടവരാമീൻ പറഞ്ഞോ? ഇന്ന് രാത്രി ആ ശക്തി വ്യാപരിക്കും. അഭിഷക്തന്മാരെ ശക്തി വ്യാപരിക്കും. ഒരു വാക്കൂടെ മോനെ, സമയമില്ലാത്തോണ്ട് 9 മണിയായി, സമയമില്ല. ഒരു വാക്കൂടെ. എനിക്ക് പോകാനല്ലേ, കുഴപ്പമുണ്ടോ? ചിരാൻ കൂടെ എത്ര നേരം പൊക്കോളാ പാസ് പറഞ്ഞേ. എന്നാലും ഇരിക്കുക, നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. എനിക്ക് രാവിലെ യോഗ ഉണ്ട്, ബുദ്ധിമുട്ടിക്കത്തില്ല. നിങ്ങൾ കേൾക്ക. എന്തോ വ്യാപരിച്ചു? അഭിഷക്തന്മാരെ ശക്തിയിൽ കുറഞ്ഞൊന്നും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുവാണെ ശക്തിക്ക് പ്രാർത്ഥിച്ചോണം. എന്തോത്തിനാ? ശക്തിക്ക്. ഒന്ന് പറഞ്ഞേ, ശക്തിയും അധികാരവും വേണം. എന്നൊക്കെ വേണം? ശക്തിയും. യേശുവിനെ കണ്ടപ്പോ അവരെന്നാ പറയുന്നറിയോ? ഇവൻ എന്നാ അധികാരാണ് ചോദിച്ചേ. ഇവനാ എന്നാ? ഇവനെന്നാ? ഒന്നൂടെ എന്നാ ചോദിച്ചേ? ഇവനാ? ദേവാസന്മാരെ ഇടാ തലയിടാൻ പോകുന്നോ? അല്ല, കൊച്ചാന്നോ? അതൊന്നും കൊച്ചു പിള്ളേരല്ലയോ? അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ കൈപ്പൊക്കി ഒരു സ്വന്തം പറഞ്ഞേ. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ? പിള്ളേരൊക്കെ ഇടയ്ക്കൂടെ പോയി ഒരു കുഴപ്പമില്ല. ഉണ്ടോ? എടാ, നമ്മുടെ പിള്ളേർ നമ്മുടെ ചർച്ചിലല്ലാതെ ഇവിടെ പോയാ കളിക്കുന്നേ. ഒരാമയും പറഞ്ഞില്ല. പിള്ളേരൊന്നും ശാസിക്കല്ലേ. ഒരാമയും പറഞ്ഞേ.
പിള്ളേർക്ക് ലവിടം വരെ കളിക്കാനുള്ള അധികാരമുണ്ട്. ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വന്ന പ്രശ്നം. ഞങ്ങളൊക്കെ അല്ലയോ കൈ വല്ലതും എടുത്ത് മോത്തം കാണാൻ കൊണ്ടാലോ ശരിക്കും ഇല്ലയോ? അതുകൊണ്ട് പിള്ളേരെ അവിടെ നിർത്തി കളിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ജോമോന്റെ മോനാണോ? അവന്റെ ഇരിപ്പ് കണ്ടാ അറിയാം. നിങ്ങളൊരു സ്വോത്രം പറഞ്ഞത് ഞാനത് കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ഇതാണ്ട് അവന് ആ പാസ്റ്റിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അതാ നമ്മുടെ പിള്ളേരെല്ലാം ഇതുപോലെ വീട്ടിൽ ഇരിക്കണം. ഒരാമയും പറഞ്ഞേ, വീട്ടിൽ പിള്ളേരോട് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ലൈൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവോ? തള്ള പിള്ളേരോട് ഫ്രണ്ട് ആയിരിക്കണം. ഒരാമയും പറ. ആരായിരിക്കണം? കൈ കൊടുത്ത് പറ ഫ്രണ്ട്. കൈ കൊടുത്ത് പറ ഫ്രണ്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ അവള് വീട്ടിൽ വന്നു പറഞ്ഞ, അമ്മേ എന്നെ അനന്തു നോക്കി, തള്ള പിന്നെ നോക്കിയോടി എന്നൊന്നും പറയരുത്. തള്ള അവള് ഇരിക്കണം. എന്നിട്ട് തള്ള പറയണം, മോളെ ഈ പ്രായത്തിൽ എല്ലാവർക്കും സ്നേഹം തോന്നുന്ന നിനക്ക് തോന്നിയിട്ടില്ലയോ? കഴിഞ്ഞ ദിവസം ഒരു തള്ള എന്റെ അടുത്തൊരു കൊച്ചിനെയും പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന എന്നോട് പറഞ്ഞ, അങ്കളെ, തള്ള എന്നെ അങ്കളെ എന്നാ വിളിക്കുന്നത്, അങ്കളെ ഇവക്ക് മലയാളത്തിന് 50-ൽ 20 മാർക്കേ ഉള്ളൂ. 50-ൽ 20. ഞാൻ പൊതിരെ തല്ലിയിട്ട് കൊണ്ടുവന്ന. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ നിനക്ക് എത്ര മാർക്കുണ്ടായിരുന്നു പണ്ട്? അവക്ക് 50-ൽ 8 ഉള്ളായിരുന്നു. അവളെക്കാളും മെച്ചമല്ലയോ മോള്? സ്വോത്രം പറഞ്ഞില്ല. സത്യമല്ലയോ? നമ്മുടെ പിള്ളേര് മെച്ചമല്ലയോ? നമ്മുടെ ആ പിള്ളേർക്ക് വേണ്ടി ഒരു സ്വോത്രം പറഞ്ഞേ അല്ലയോ? നമുക്കൊക്കെ ആനമുട്ട കിട്ടിയ സ്ഥാനത്ത് പിള്ളേർ അതിൻ്റെ കൂടെ ഒന്നുകൂടെ വാങ്ങിച്ചില്ലയോ? മിണ്ടുന്നില്ല. സത്യമില്ലയോ? നിങ്ങളുടെ പിള്ളേരെയൊക്കെ തലേ കൈവച്ചങ്ങ് അനുഗ്രഹിക്കണം. നമ്മുടെ ഇടയിൽ കളക്ടർമാരുണ്ടാവണം, നമ്മുടെ ഇടയിൽ SP-മാരുണ്ടാവണം, നമ്മുടെ ഇടയിൽ മന്ത്രിമാരുണ്ടാവണം, നമ്മുടെ ഇടയിൽ MLA-മാരുണ്ടാവണം. ഉണ്ടാവണമെന്ന് വേണ്ടായോ? ഇരിക്ക. നമുക്ക് കാശ് വേണ്ടായോ? കാശ് വേണ്ടായോ? പിന്നെ കാശ് മാത്രം വേണമെന്നുള്ള പാട്ടൊന്നും പാടരുത്. ചെല്ലു പാടത്തില്ലയോ? കാശ് മാത്രം മതി, കാശു മാത്രം മതി. ഞാനവിടെ ചെന്നപ്പോ കേട്ടതാ. അത് ഒരു ഊരിപ്പോന്ന പാൻറ് വിട്ടുണ്ട്. അവന് യേശു മാത്രം മതി എന്ന് പാടി കാശു മാത്രം എന്ന് വെച്ചാൽ ഇവന് പോകുമ്പോ എന്താ കൊടുക്കണം? സ്വോത്രം പറഞ്ഞില്ല. അവൻ പാടി എന്താ പാടി? കാശു മാത്രം മതി, കാശു മാത്രം. ഞാൻ ഈ കൺവെൻഷന്റെ പുറകിരിക്കുക. അപ്പൊ എന്റെ പേടി എന്നാന്നറിയോ? ഇവന്റെ പാൻറ് ഇവിടെ വന്ന് കിടക്കുക. ഞാൻ അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ പാൻറ് ഊരിപ്പോവല്ലേ കർത്താവേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഉള്ളതാ, കരഞ്ഞു പ്രാർത്ഥിക്കുക. അവൻ പാട്ട് നിർത്തി ഇരുന്നപ്പോഴേ എനിക്ക് സ്വസ്ഥമായി. കർത്താവ്, ഞാൻ ദൈവത്തിന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. കർത്താവേ നന്ദി എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ പാൻറ് ചോദിട്ട് നിന്റെ പാൻറ്. എന്നാലും എന്നോട് പറഞ്ഞു, അങ്ങളെ ഇത് ഫാഷനാ, അതിന്റെ പേര് ലോവസ്റ്റ്, ഇത് ഊരിപ്പോത്തില്ല, ഇവിടം വരെ കിടക്കൂ. നിങ്ങളത് കേട്ടോ അവൻ എന്തോ പറഞ്ഞെന്ന്? അത് ഊരിപ്പോത്തില്ല, ഇവിടെ വന്നേ പറഞ്ഞു. മേലാൽ ഇവിടെ വന്ന് കിടക്കുന്ന കൊണ്ട് ഇവിടെ വരരുത്. സ്വോത്രം പറഞ്ഞില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ മുടി വളർത്തിയോ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ മുടി സൂക്ഷം വെട്ടിക്കും. കമ്മലിട്ടോണ്ട് പെണ്ണുങ്ങളല്ല ആണുങ്ങള് കമ്മലിട്ടോണ്ട് വന്ന് അവൻ്റെ കമ്മൽ ഊരിക്കും. ഇടിവള ഇട്ടോണ്ട് വന്നാൽ അവൻ്റെ ഇടിവള ഊരിക്കും. ഒരു സ്വോത്രം പറഞ്ഞില്ല. കൊന്ത ഇട്ടോണ്ട് അച്ഛൻ വന്ന അച്ഛൻ്റെ കൊന്ത ഞാൻ എടുത്തോണ്ട് വീട്ടിൽ പോകും. സ്വോത്രം പറഞ്ഞില്ല. എന്നോട് ഈ പ്രാവശ്യം അമേരിക്ക എന്നൊന്നും ഒരു അച്ഛൻ, ഈ നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ ഒരു 2 മാസം കൊണ്ട് 1 മില്യൺ ആളുകൾ കണ്ട ഒരു വീഡിയോ ഉണ്ട്, വാമ്പയറിന്റെ വീഡിയോ. ഞാൻ എറണാകുളത്ത് വെച്ച് ഒരു ചെറുക്കൻ നെഞ്ചത്ത് വാമ്പയർ എന്ന് എഴുതിക്കൊണ്ട് വന്നു. വാമ്പയർ. ഈ വാമ്പയർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? രാക്ഷസൻ. എന്താ? രാക്ഷസൻ. അവൻ ആരാകാൻ പോവാ? രാക്ഷസൻ. ഇന്നവൻ ആരാന്നറിയോ? യേശുവിന്റെ വൈതലാ. അവന്റെ കയ്യിൽ ഒരു തലയോട്ടയുടെ മോതിരമുണ്ട്. അവന്റെ അമ്മ അന്ന് എന്നെ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഇവനെ കൊന്നിട്ട് ചാവാനിരുന്ന ഞാന്. നിങ്ങളുടെ പ്രസംഗത്തിൽ വന്ന് എന്റെ മോൻ ബൈബിളും കൊണ്ട് വീട്ടിൽ വന്നു. ഇന്ന് യേശുവിനെ ആരാധിക്കുക. അഭിഷക്തന്മാരെ, ശക്തിയിൽ കുറഞ്ഞൊന്നും ചോദിക്കല്ല. ശക്തിയിൽ കുറഞ്ഞൊന്നും ചോദിക്കല്ല. എന്നാ വേണം? പറ. അധികാരവും. ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേ. അധികാരവും വേണ്ടായോ? രണ്ടും എന്താന്ന് പറയട്ടെ.
അധികാരം എന്തുവാ, ശക്തി എന്നാന്ന് പറയട്ടെ കേട്ടോ. നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഒരു 100 കിലോ വെയിറ്റ് ഉള്ള ഒരാള് പാറാവിന് നിപ്പുണ്ട്, ഇല്ലയോ? എത്ര കിലോ വെയിറ്റ് ഉണ്ട്? 100 കിലോ. ആ കൂട്ടത്തിൽ അവിടുന്ന് SP ഇങ്ങോട്ട് കയറി വരും, 50 കിലോ വെയിറ്റേ ഉള്ളൂ. ഈ SP കാണുമ്പോ അവൻ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യും. എന്താ പറ്റി? അധികാരം. ഈ ഇരിക്കുന്നവന് ശക്തിയുണ്ട്, പക്ഷെ വന്നവന് അധികാരമുണ്ട്. ഇന്ന് രാത്രി ദേശത്തിന്റെ അധിപതികൾ അധികാരമുള്ളവരെ കാണുമ്പോ മുട്ടുമടക്കാൻ പോവാ. അഭിഷേകമുള്ളവരെ കാണുമ്പോ കൈയടിച്ചൊന്നാദരം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുമോ? അർദ്ധമന ഘടക ശൈഡിമിനിയ. ഈ രാത്രി അധികാരമുള്ള ചിലര് ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോകയാ. കോട്ടയം പട്ടണമേ, അധികാരമുള്ള ചിലര് ഇന്ന് രാത്രി എഴുന്നേറ്റ് വരാൻ പോകയാ. ശക്തിയുള്ളതിനെ തകർക്കാൻ. ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, 1 മിനിറ്റ് ഇരിക്കാമെങ്കിൽ ഒരു വാക്കൂടെ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗദരദേശത്ത് ചെല്ലുമ്പോ ശക്തിയുള്ള ഒരുത്തൻ കിടപ്പുണ്ട്. എന്നാ ഉണ്ട്? അവന് ശക്തി ഉണ്ടോ? ഉണ്ടോ? ബൈബിള് പറഞ്ഞുണ്ടെന്ന്. എന്നാ ശക്തി? ചങ്ങല കൊണ്ട് കെട്ടിയാൽ പുള്ളി പൊട്ടിക്കും. ഒരാമീൻ പറഞ്ഞില്ല. ചങ്ങല കൊണ്ട് കെട്ടിയാൽ പൊട്ടിക്കും. എവിടെ കിടത്തിയാലും അവൻ കിടക്കുകയില്ല. കിടക്കുവോ? ഇല്ല. തുണി ഉടുക്കുകയില്ല, കല്ലുകൊണ്ട് ചതയ്ക്കും. പക്ഷെ യേശുവിനെ കണ്ടപ്പോ അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, ഇന്ന് രാത്രി നിങ്ങൾക്കറിയാമോ, അങ്ങനൊരു ശക്തി ഇവിടെ വ്യാപരിക്കാൻ പോവാ. അങ്ങൊരു അധികാരം ഇവിടെ വ്യാപരിക്കാൻ പോവാ. അങ്ങൊരു ദൈവകൃപ ഇവിടെ വ്യാപരിക്കാൻ പോവാ. പരിശുദ്ധാത്മാവിനോട് പറയുക, ഈ രാത്രി ആ ശക്തി ഇവിടെ ചലിച്ചു തുടങ്ങുന്ന രാത്രിയാ. നിന്നെ തിരിച്ചുവിടാൻ, നിന്റെ കുടുംബത്തെ തിരിച്ചുവിടാൻ, നിന്റെ തലമുറ തിരിച്ചുവിടാൻ. പൗരോഹിത്യം പരാജയപ്പെട്ടു പോയ സ്ഥാനത്ത് നല്ല ഇടയൻ ഇറങ്ങി വന്ന് അവനെ സമാധാനമുള്ളവരാക്കി. ഒരു ചോദ്യം, ഇരിക്കുന്ന ദിവസമാരെ സമയമില്ലാത്തോണ്ടാ, നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ചൊരു ആരാധന ആരാധിച്ചേക്കാം പോരെ. ഇവിടെ അഭിഷിക്ത, ഇവിടെ ഭയങ്കര നിയോഗാട്ടോ. ഇത് കളഞ്ഞു വിളിക്കല്ല, ഇത് ഭയങ്കര നിയോഗ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ അധികാരവും ശക്തി ഇവിടെ കൈമാറും. അധികാരമുള്ള ചില ആളുകൾ ഈ സഭയെ എഴുന്നേക്കാൻ പോവാ. അധികാരമുള്ള ആളുകൾ ഈ സഭയെ എഴുന്നേക്കാൻ പോവാ. രാജ്യങ്ങളെ കത്തിക്കുന്ന ആളുകൾ ഈ സഭയെ എഴുന്നേൽക്കാൻ പോകുകയാ. കോട്ടയം ചർച്ച് ഒരു ഉണർവിന്റെ കേന്ദ്രമാകാൻ പോകുകയാ. കോട്ടയം ചർച്ച് ഒരു ഉണർവിന്റെ കേന്ദ്രമാകാൻ പോവാ. ഇവിടെ ഒരു ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. ആ ഉണർവുകൾ ആവർത്തിക്കപ്പെടാൻ പോകുകയാ. ആ ഉണർവുകൾ ആവർത്തിക്കപ്പെടാൻ പോവാ. ഈ ഗദരദേശത്തെ മനുഷ്യനിപ്പോ എന്തേ? അവന്റെ ഭൂതം വിട്ടുപോയി. ഭൂതം ഇന്ന് 36ാമത്തെ ദിവസം വിട്ടുപോകേണ്ടതെല്ലാം വിട്ടുപോകും. കൈ അട്ടിച്ച് ശരിക്കൊരാമീൻ പറ. ശരിക്കൊരാമീൻ പറഞ്ഞോ. വിട്ടുപോകേണ്ടതെല്ലാം. ഞാനൊരു റെവലേഷനിൽ പറയുക, ചില സാമ്പത്തിക ബാധ്യതകൾ വിട്ടുപോകും. അങ്ങനെ കുരുങ്ങുന്ന ചിലരിനത്തിരിപ്പുണ്ട്. നിന്റെ കുരുക്കതയോ അഴിക്കാൻ പോവാ. വിശ്വാസമുണ്ട്. ശരിക്കൊരാമീൻ പറഞ്ഞോ. കുരുക്കതയോ അഴിക്കും. ഇന്നഴിയും. ഇന്ന് രാത്രി ഈ അഭിഷക്തന്മാരെല്ലാം അധികാരവും ശക്തിയുള്ളവരാവും. എന്നൊക്കെയാ രഞ്ജിത് പാസ്റ്ററെ? അധികാരവും ശക്തിയുള്ളവനാവും. എന്തൊക്കെ ഉണ്ടാവും? ഇനി രണ്ടാമത്തെ അധികാരം കേട്ടോ. ജില്ലാ കളക്ടർ കോട്ടയം ഇവിടെ അടുത്തല്ലയോ? കളക്ടർ നാളെ പറയുവാണ്, നാളെ എല്ലാ സ്കൂളുകൾക്കും അവധിയാകുന്നു. നാളെ എന്തായാലും അവധിയില്ലയോ? നാളെ അവധിയില്ലയോ? നാളെ അവധിയാന്ന് എൻ്റെ തോന്നുന്നു, എനിക്കറിയത്തില്ല. നീ നാളെ പിള്ളേർ സ്കൂളിൽ പോയിരിക്കരുത്. ഞാൻ ഇല്ലയോ? നാളെ അവധിയില്ല. 12ക്ക് അവധിയാണ്.
അറിയത്തില്ല. ഓക്കെ. എന്തുവേലും വേണ്ട, അത് അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അവർ പോകും. അതുകൊണ്ടാണ് എന്തുവേണ്ട കേൾക്കാം. കളക്ടർ പറഞ്ഞു നാളെ അവധിയാ. അവധി ആയിരിക്കുമോ? അതെന്നാ അധികാരം. രാമയും പറഞ്ഞില്ല. നമ്മളെല്ലാം കൂടി ഇവിടെ എന്ന് പറഞ്ഞാലോ നമ്മുടെ വീട്ടിലെ പിള്ളേർക്ക് അവധിയായിരിക്കും, പക്ഷേ സ്കൂളിന് അവധി വരത്തില്ല. അതെന്നാ അധികാരം. കളക്ടർ ചിലപ്പോൾ എന്നെക്കാളും ചെറിയ ആളായിരിക്കും, പക്ഷെ അധികാരം ഭയങ്കര അധികാരം. ബൈബിളിൽ നിന്ന് ഇതൊക്കെ നമ്മൾ ഇരുന്നങ്ങ് പഠിക്കേണ്ടിയാ. നിങ്ങളെ അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് അച്ചാറിട്ടേക്കുവാ. പരിശുദ്ധാത്മാ എന്നാ ഈ സൂത്രം നിങ്ങൾക്ക് മനസ്സിലായോ? റോഡിലെ തടി കിടപ്പില്ലേ, തടി, സർക്കാരിന്റെ വക തടി റോഡിൽ കിടപ്പില്ലേ? ഈ നാട്ടിലെ എല്ലാം മോട്ടിക്കും, പക്ഷെ ഇത് മോട്ടിക്കല്ല. അതെന്നാ മോട്ടിക്കാത്ത? ഒരു സീലുണ്ട്. രാമീൻ പറ, സകല പിശാചും എല്ലാരും ചൊറിയും, സീലുള്ളവനെ ചൊറിയത്തില്ല. കൈയാടിച്ചൊരാമീൻ പറ, ഇന്ന് രാത്രി നിന്നെ സീല് കുത്തിവിടാൻ പോവാ. നിന്നെ സീല് കുത്തിവിടാൻ പോവാ. ആത്മാവിന്റെ അച്ചാരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ. നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തി ഒരാമീൻ പറ. പ്രിയരെ, എനിക്ക് നിൽക്കാൻ തോന്നുന്നില്ല, അത്ര നിയോഗം. ശരി, കണ്ട് ഇരിക്കും. നമ്മുടെ കുറച്ചുകൂടെ ജോമോൻ അറിയാം, ഈ കോന്നിയിലും തേക്കുതോടിലും ഒക്കെ ഇഷ്ടം പോലെ തടി കിടപ്പുണ്ട് ഇല്ലേ? ഡിപ്പോയിലെ തടി, ഡിപ്പോയിലെ വേണേ കള്ളൻ കയറി ഡിപ്പോ മോട്ടിക്കും, തടി കൊണ്ടുപോകത്തില്ല. രാമയും പറഞ്ഞില്ല. ഡിപ്പോയിൽ നിന്ന് വേണേ ജനലെടുത്തോണ്ട് പോകും പുള്ളി, പക്ഷെ തടി കൊണ്ട്. അതെന്നാ? ഇത് എവിടെ കൊണ്ടു നടത്താലും ഈ സീല് കാണും. വെല്ലം കിട്ടിയിട്ടുണ്ടോ? നിന്നെ എവിടെ കെട്ടാൻ നോക്കിയാലും ഈ സീലുണ്ട്. ഒന്നെന്ന വിശക്ത, നിന്നെ എവിടെ വരച്ച് കെട്ടിയാലും ഈ സീലുണ്ടെന്ന. നിന്റെ കുടുംബത്തെ കെട്ടാൻ കയറും കൊണ്ടുവന്ന എന്നാ തൊടാഞ്ഞെന്നറിയാമോ? ഈ സീലകത്ത് കിടക്കുക, ഈ അഭിഷേകമകത്ത് കിടക്കുക, ഈ ദൈവകൃപയകത്ത് കിടക്കുക. ഒരു തരം പിടിച്ചൊതുക്കാൻ പറ്റാത്ത, പാതാള ഗോപുരത്തിന് ജയിക്കാൻ പറ്റാത്ത. അല്പനിമിഷം ഒന്ന് കൈയടിച്ച് ആദരം ഒന്ന് തുറന്ന് അന്യഭാഷ ഒന്ന് പറഞ്ഞ് എല്ലാരും ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഈ രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുക, ചില ആളുകളെ ദൈവം ഇന്ന് രാത്രി സ്വീരടിച്ചു വിടാൻ പോവാ, സ്വീരടിച്ചു വിടാൻ പോവാ. ആത്മാവിന്റെ ആചാരം ഈ രാത്രി ദൈവം നിനക്ക് തരാൻ പോവാ. പരിശുദ്ധാത്മാവിന്റെ ആചാരം. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്നോ, തുള്ളിച്ചാടിയോക്കെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ കേട്ടോ. കർത്താവിനോട് പറയുക, ഇത് പുതുനിയമത്തിന്റെ ശുശ്രൂഷയാണ്. ഇത് അക്ഷരത്തിന്റെ പഴക്കമല്ല, ആത്മാവിന്റെ ശക്തിയാണ്. അക്ഷരത്തിന്റെ പഴക്കമല്ല. അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി വ്യാപരിച്ചു തുടങ്ങുക. ഇത് സൈന്യം കൊണ്ടല്ല, ഇത് ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട്. ഇത് സൈന്യം കൊണ്ടല്ല, ഇത് ശക്തി കൊണ്ടല്ല, ദൈവാത്മാവിന്റെ ശക്തി. ഇത് സൈന്യം കൊണ്ടല്ല.
കണ്ട 1 മിനിറ്റ് എന്നെ കേൾക്കണം. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പാട് കണ്ട വെളിപ്പാട് ഇങ്ങനെയാ. എന്നോട് കർത്താവ് പറഞ്ഞു, ഇതിനകത്തുനിന്ന് ചില ആളുകളെ രാജ്യങ്ങളെ ശുശ്രൂഷിക്കാൻ ദൈവം അധികാരപ്പെടുത്തും. നീ ഇന്ന് എണ്ണത്തിൽ ചെറിയവനാ, ദൈവം നിന്നെ വളർത്താൻ പോകുകയാ. ദേശനെ ഒരു ഉണർവുണ്ടാകും ഈ പട്ടണത്തിൽ. ആ ഉണർവിന് ഭാഗമായി നിങ്ങൾ മാറും. ഈ സഭയിൽ നിന്ന് ദൈവദാസൻ ഉൾപ്പെടെ ഈ സഭയിൽ നിന്ന് ഒരുപറ്റം ആളുകൾ ഉണർവിന്റെ വക്താക്കളായിട്ട് മാറും. അതിന്റെ നിയോഗം ഇന്ന് രാത്രി ദൈവം അതിന്റെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോവാ. ഞാൻ ഇന്ന് രാത്രി ഇതിന്റെ ഫൗണ്ടേഷൻ ഇവിടെ പറയാൻ വേണ്ടി വന്ന കർത്താവ് എന്നോട് പറഞ്ഞ 3 കാര്യമുണ്ട്. ഇതിനകത്ത് അധികാരമുള്ളവർ എഴുന്നേൽക്കും. ഒന്ന് പറഞ്ഞേ, അധികാരമുള്ളവർ. എന്നാ അധികാരമുള്ളവർ. 2 ശക്തിയുള്ളവർ. എന്നാ താടിയുടെ കൂടെ ആരുണ്ട്? ഒറ്റയ്ക്ക? ഈ ചർച്ചിന്റെ മെമ്പറാണോ? ആണോ? വേറെ ചർച്ചിലെ പാസ്റ്റർ? അഭിഷിക്ത, ഇന്ന് കാര്യം മാറാൻ പോവാ. വിശ്വാസം ഉണ്ടോ? ഞാൻ നിങ്ങളെ കണ്ടോണ്ടിരുന്നേ. കർത്താവ് എന്നോട് പറഞ്ഞ നിങ്ങളുടെ സീസൺ മാറാൻ പോവാ. നിങ്ങൾ നെക്സ്റ്റ് ലെവലിലോട്ട് കയറാൻ പോവാ. അതിനുള്ള നിയോഗം ദൈവം ഇന്ന് രാത്രി നിങ്ങൾ ആ കൈ ഒന്ന് അടിച്ച് ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞു. കർത്താവിന് നമ്മളെ എല്ലാം അറിയല്ലേ? ഒരാമീൻ പറ. ഏത് തകർന്നവനെയും ദൈവം പണിയും. മനം മടുത്ത് നിൽക്കുക. ചാവണോ, ജീവിക്കണോ, ശുശ്രൂഷ കളയണോ, എല്ലാം അവസാനിപ്പിക്കണോ എന്ന് വിചാരിച്ച് നിൽക്കുക. എന്തോ ചെയ്യും? തൂത് പറയട്ടെ, നിങ്ങൾ തിരിച്ചു വരാൻ പോവാ. നിങ്ങളുടെ ലൈഫ് തിരിച്ചു വരും. ഇന്ന് രാത്രി ദൈവം ഒരു അത്ഭുതം ചെയ്യും. ആ വസ്തു അറ്റാച്ച് ചെയ്തേക്കുന്നല്ലേ, നിന്റെ അറ്റാച്ച്മെന്റ് ഇന്ന് പൊട്ടിപ്പോകും. കൈ അടിച്ചു വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ എന്ന് വിളിച്ചോ. ഈ പട്ടണത്തിൽ വെച്ച് ഞാൻ ആദ്യം കാണുന്ന വസ്തുവായത്. എന്നോട് ദൈവം പറയുക, കോടതി മുഖാന്തരം ഇങ്ങയുടെ വസ്തു അറ്റാച്ച് ചെയ്തേക്കുക. നിങ്ങളുടെ വസ്തുവിന്റെ അറ്റാച്ച്മെന്റ് പൊട്ടിപ്പോവും. ഇത് ദൂത് പറയുക. കർത്താവ് എന്നോട് പറയുക, നിങ്ങൾ തകർന്ന് കരഞ്ഞതിന്റെ അത്രയും കരഞ്ഞൊരു മനുഷ്യനുണ്ട്. നമ്മുടെ പരിചയം വല്ലതും ഉണ്ടോ? എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നെ കണ്ട. അതിനുശേഷം കണ്ടിട്ടില്ല. എത്ര വയസ്സുണ്ട്? 35 വയസ്സുണ്ട്. 38 വയസ്സുണ്ട്. ഒരാമയും പറ. നമ്മളെ ശുശ്രൂഷ തുടങ്ങാൻ പോവാ. ഇന്ന് തുടങ്ങുമെന്ന് അതിനുള്ള ഫൗണ്ടേഷൻ ഇന്ന് ദൈവം ഇടും. കോടതി കിടക്കുന്ന കേസില്ലേ, അതെന്തോ ആവുമെന്ന് എനിക്കറിയാം. ലൈവ് ഞാൻ പറയുന്നില്ല, എന്നാകുമെന്ന് എനിക്കറിയാം. പക്ഷെ ദൈവം എന്നോട് പറയുക, ദൈവം നിന്നെ റെസ്റ്റോർ ചെയ്യും. ഇന്ന് രാത്രിയിലത്തെ ആരാധനയിൽ ദൈവം നിന്നെ റെസ്റ്റോർ ചെയ്യും. നീ മിനിസ്ട്രി കെട്ടിപ്പൊങ്ങി കയറി വരും. എല്ലാവരും നിന്നെ താഴ്ത്തിക്കളഞ്ഞു. ദൈവസനെ, നിങ്ങളുടെ അമ്മ എന്തേ? അമ്മ ഭയങ്കര സങ്കടത്തിലാണ്. അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വാചകം എൻ്റെ കയ്യിലുണ്ട്. അമ്മ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അവനെ ദൈവത്തിന് കൊടുത്ത അവന്റെ തകർച്ച മാത്രമാണ് ഞാൻ കാണുന്നത്. ഇന്ന് രാത്രി അമ്മയോട് പറയണം,
പേരെന്തുവാ? നമ്മുടെ പേരെന്തുവാ? ലിജോ. ലിജോയെ, തിരിച്ച് ചെന്ന് അമ്മയോട് പറയണം, നിങ്ങളൊരു അത്ഭുതമായി കണ്ടിട്ട് അമ്മ കണ്ണടക്കത്തുള്ളൂ. അഭിഷക്തന്മാരാരെങ്കിലും ഇദ്ദേഹത്തിന്റെ പുറകിലോട്ട് വന്നേ, ആരെങ്കിലും ഒന്ന് വന്നേ. നീ അത്രയ്ക്ക് തകർന്നവനാ, പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നെ പണിയാൻ പോവാ. കുടുംബ കോടതി കിടക്കുന്ന വിഷയത്തെ ഇന്ന് രാത്രി ദൈവം തൊട്ട് പണിത് തുടങ്ങാൻ പോവാ. കൈയടിച്ച ആദരം തുറന്ന യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകളെ ചേർന്ന് രാത്രി ആ കൈയടിച്ച ദൈവത്തിന് ആദരം തുറന്ന ഈ രാത്രി ദൈവത്തിനൊരു നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഈ രാത്രി ദൈവത്തിനൊരു നന്ദി പറഞ്ഞ് നീ ഒരു പൗലോസാകട്ടോ. ഈ രാത്രി നിന്റെ സ്ഥിതി മാറുക, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുക. അസാധാരണ ദൈവ പ്രവർത്തി കൊണ്ട് ദൈവാസനെ, ഈ കേസ് കോടതിയിലായിട്ട് എത്ര കാലായി? 1 മാസം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാം ഇത്? ആർക്കും അറിയത്തില്ല. അപ്പ കർത്താവിനറിയാം. നിങ്ങളൊന്ന് കൈയടിച്ച് ദൈവത്തിന് സ്വതന്ത്രം പറ. ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ടെന്നാ പറയുന്നേ. എന്നോട് പരിശുദ്ധാത്മാ പറയാ, നിങ്ങള് മിനിസ്ട്രി ആരംഭിക്കാൻ പോവാ, തകർന്നെടുത്തുനിന്ന് തിരിച്ചു വരാൻ പോവാ. എന്നെ ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ പൊക്കിയെടുക്കാനാ. ഞാൻ തീ കടത്തുവാനല്ല, തീ കത്തിക്കുന്നവരാ. ഞങ്ങൾ കെടുത്തുന്നവരല്ല, ഞങ്ങൾ കത്തിക്കുന്നവരാ. ഞങ്ങൾ ഉടയ്ക്കുന്നവരല്ല, ഉടഞ്ഞവരെ പണിയുന്നവരാ. കുറച്ചൊരാമീൻ പറ. ദൈവം ആശിക്കുന്നേ ഉടഞ്ഞവരെ ഉടയ്ക്കാനല്ല, ഉടഞ്ഞവനെ പണിയണം. ഒരാമീൻ പറ. എല്ലാം തിരിച്ചു വരും. നിങ്ങള് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ഇവിടെ ഞാനിന്ന് ദൂത് പറഞ്ഞേ, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. ആ കോടതിയിൽ നിന്ന് ഒരു അറ്റാച്ച്മെന്റ് വന്ന് കിടപ്പില്ലേ? അറ്റാച്ച്മെന്റ് എത്ര ലക്ഷം രൂപയ്ക്കാ? 30 ലക്ഷം രൂപ. തൊഴിച്ചാ എടുത്തിട്ട് തൊഴിച്ച കാശില്ല. കാശ് വരും, ദൈവം അത്ഭുതം ചെയ്യും. നമ്മളൊന്ന് കൈയടിച്ചൊരു ആമീൻ പറ. ആ 2 കൈയൊന്ന് ഉയർത്തി പിടിക്കാൻ പറ്റുമോ? കണ്ണൊന്നും അടയ്ക്കാൻ പറ്റുമെങ്കിൽ കണ്ണൊന്നും അടച്ചേ മോനെ. ദൈവത്തിന്റെ വേലയുടെ ഭാഗമായത് ഒരു നിയോഗമാണ്. ഇവിടം വരെ എത്തുമെന്നൊന്നും നീ പ്രതീക്ഷിച്ചല്ല. ദൈവം നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നതാ. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് സിസ്റ്ററെ എന്നെ നോക്ക്, എത്ര പിള്ളേരാ? ഈ മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആരുണ്ട്? ഞാൻ നിങ്ങളെ കാണുമ്പോ യേശു പറയുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു മെഡിക്കൽ ഡോക്ടർ എഴുന്നേറ്റ് വരുമെന്ന. കൈയടിച്ചൊരു ആമയും പറയാം. കൂടെ ആര് വന്നിട്ടുണ്ട്? നിങ്ങൾ കൈ
കൈയടിച്ചൊരാമി പറ. ഞാന് നമ്മളെ കാണുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു മോനുണ്ടോ, 2 മക്കളാ, എന്തേ രണ്ടാമത്തെ ആള്? ബാബാ, നീ എന്നാ ചെയ്യണം? എന്താവണമെന്ന് ആഗ്രഹം? ഒരാഗ്രഹമില്ല. ദേവാസനെ, ഇവിടെ ദൈവത്തിനുള്ള മക്കളെ, മണ്ടനെ മാണിക്യമാക്കും ദൈവം. നീ യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കും. ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയോ? പഠിച്ചിട്ട് താത്തു വെച്ചു അല്ലയോ? പറ്റുകയില്ലെന്ന് തോന്നി, അങ്ങനെയല്ലയോ? ആണ്. പക്ഷെ ദൈവം എന്നോട് പറയുക, നീ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നീ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കും. നീ ദൈവത്തിന്റെ ദൈവാസനെ, ദൈവം നിങ്ങൾക്കൊരു വീട് പണിത് തരാൻ പോവാന്നല്ലോ. അത് വേണോ? വേണം. ഇപ്പൊ ഒരു സ്ഥലമുണ്ടോ? ഉണ്ട്. ഞാൻ കാണുവാന്നല്ലോ. യേശു പറയുക എന്നോട്, അബ്രഹാമിന് ഗ്രഹം കെട്ടിത്തന്ന പോലെ നിങ്ങൾക്ക് വീട് കെട്ടിത്തരാൻ പോവാ യേശു. നിങ്ങൾ കൈയൊന്നടിച്ച് ആദരമൊന്ന് തുറന്ന് ഇന്ന് രാത്രി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു ദൂതും കൂടെ പറയാൻ പോവാ. ഈ വീട് പണി എന്നത്തേക്ക് തരും? ഒരു ഗംഭീരൻ ഹൗസ് വാമിങ് നടക്കാൻ പോവാ. നമ്മൾ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലിട്ട് ഒരു വലിയ യോഗം നടത്തും. എന്നിട്ട് അവിടെ നിന്നൊരു സാക്ഷ്യം പറയും, യേശു നടത്തിയത്. ഒരു പട്ടണത്തിന്റെ നടുവിൽ ഒത്തിരി തിരക്കുള്ള ഒരു സ്ഥലത്ത് അവിടുന്ന് തുടങ്ങിയതാ നിങ്ങള്. അവിടുന്ന് ദൈവം നിങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്നതാ. ഇവിടം വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല, ദൈവം ഇവിടം വരെ എത്തിച്ചതാ. ദൈവദാസനെ, ഇതെല്ലാം ഒരു ചെറിയ തുടക്കം മാത്ര. വലിയ കാര്യങ്ങൾ പുറകിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം ഡിസൈൻസ് മാത്രമാണ്. ഈ ഡിസൈനിന്റെ ഒറിജിനൽ പദ്ധതി വരാൻ കിടക്കുക. നിന്റെ കൊച്ചു യൂറോപ്യൻ രാജ്യത്ത് ദൈവത്തിന്റെ നാമത്തെ നിന്റെ കുഞ്ഞൊരു യൂറോപ്യൻ രാജ്യത്തൊരു മിഷണറിയായി, മിഷണറി ഡോക്ടറായിട്ട് എഴുന്നേറ്റ് വരാം. നിങ്ങളുടെ മൂത്ത കൊച്ചിന്റെ പേര് പറഞ്ഞില്ല. നിങ്ങൾ അവളെ ഡോക്ടറാക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ഇല്ല, ദൈവത്തിന്റെ പ്ലാൻ അവളെ വിട്ടേ അല്ലയോ? നിങ്ങളുടെ ചാർച്ചക്കാരിൽ പരമായി ദൈവം നിങ്ങളെ ഉയർത്താൻ പോവാ. ഈ വീട് നിങ്ങളുടെ അടയാളം. അടയാളം. കയ്യൊന്നടിച്ച് ആദരമൊന്ന് തുറന്ന്, എനിക്ക് എന്നാ കാര്യം നടക്കില്ല, എന്നാ ഒരു കാര്യം എന്നോട് കർത്താവ് പറയുക. നിങ്ങളൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഇന്ന് രാത്രി ആ നാമത്തെ ഒന്ന് വിളിച്ച് നിഗൂഢതകൾ അറിയാവുന്ന, നിഗൂഢങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കുഞ്ഞെ, ഇന്ന് രാത്രി യേശു നിനക്കൊരു സൗഖ്യം തരും. അത് തുമ്മലിന്റെ മേല. ഞാൻ നിന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു നിനക്ക് അലർജി ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി അലർജി പൊട്ടിപ്പോകും. നിങ്ങൾ കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഈ രാത്രി യേശുവേ എന്നൊന്ന് വിളിച്ച് കരമൊന്നടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് അവൻ നിന്റെ സ്ഥിതി മാറ്റാൻ പോകുകയാ. അവനിവിടെ വന്നിട്ടുണ്ട്, അവനിവിടെ വന്നിട്ടുണ്ട്, അവനിവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രി നിന്റെ സ്ഥിതി മാറ്റാം.